മുഖവുരയോ വിശേഷണങ്ങളോ ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വാനമ്പാടി. മലയാളത്തിൻ്റെ യശസ് ആഗോളതലങ്ങളിലെത്തിച്ച നമ്മുടെ അഭിമാനം. ഡോക്ടർ KS ചിത്രയ്ക്ക് ട്യൂട്ടേഴ്സ് വാലിയുടെ ഹൃദയംഗമായ സ്വാഗതം. മലയാളത്തിൻ്റെ മഞ്ഞൾ പ്രസാദം. 4 പതിറ്റാണ്ടത്തെ സംഗീത ജീവിതം, ഒട്ടുമിക്ക ഭാഷകളിലുമായി 1,00,000-ലേറെ പാട്ടുകൾ, ആറ് നാഷണൽ അവാർഡുകൾ, 35 സംസ്ഥാന അവാർഡുകൾ, എണ്ണമറ്റ അംഗീകാരങ്ങൾ. പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടന്താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്ത് വകനാനറിയേ. പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടന്താനറിയേ ഏടറിയേ എഴുത്തറിയേ எழுத்து வகனானறியே. ஏட்டுல எழுதவில்லை, எழுதி வச்ச பழக்கம் இல்லை, இலக்கணம் படிக்கவில்லை, തലക്കനമോ എനിക്ക് ഇല്ല. ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ട്യൂട്ടേഴ്സ് വാലി സംഗീത വിദ്യാർത്ഥികളുമായുള്ള ഈ കൂടിക്കാഴ്ചയിലേക്ക്. ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ട്യൂട്ടേഴ്സ് വാലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മുടെ ട്യൂട്ടേഴ്സ് വാലിയുടെ മറ്റൊരു ഫേസ്ബുക്ക് ലൈവ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരികയാണ്. നിങ്ങൾ എല്ലാവരും നമ്മുടെ ഇൻട്രഡക്ഷനിൽ കേട്ടുപോലെ തന്നെ ഒരു മുഖവരയുടെയും ആവശ്യമില്ലാതെ, ഒരു ഇൻട്രഡക്ഷന്റെയും ആവശ്യമില്ലാതെ നമ്മളുടെ മലയാളികളുടെ സ്വന്തം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയാണ് ഇന്ന് നമ്മുടെ കുട്ടികളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ചിത്ര ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ട്യൂട്ടേഴ്സ് വാലിയിൽ ഓൾറെഡി 2 വട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതയാണ് ചിത്ര ചേച്ചി. അതുപോലെ തന്നെ ആ ഒരു ബന്ധം ചിത്ര ചേച്ചിക്കും ഞങ്ങളോട് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കുട്ടികൾക്കായിക്കോട്ടെ, അവരുടെ പേരൻസിനായിക്കോട്ടെ, നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുമ്പം തന്നെ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഒരു 2-3 മാസം മുമ്പേ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. ഇന്ന് കുറച്ച് എപ്പോഴും പറയുന്ന പോലെ കുറച്ച് ടെൻഷനൊക്കെ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷെ ഇന്ന് ചിത്ര ചേച്ചിയുടെ മുന്നിലുള്ള ആ ഒരു പാട്ട് പെർഫോം ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നിങ്ങളെ ആരെയും തന്നെ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. കാരണം ഇന്നൊരു വലിയൊരു വാർത്ത കൂടി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാനുണ്ട്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ പറയാനും അതോടൊപ്പം തന്നെ ട്യൂട്ടേഴ്സ് വാലിയെ ഇത്രത്തോളം നിങ്ങൾ എല്ലാവരും സ്നേഹിച്ചതിന് ഒരുപാട് 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 നന്ദി പറയുന്നു. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വളരെ ചെറിയ ഒരു സംരംഭമായിട്ട് നമ്മൾ തുടങ്ങിയ ഈ ഒരു ട്യൂട്ടേഴ്സ് വാലി എന്നുള്ള ഈ ഒരു ഓൺലൈൻ മ്യൂസിക്കൽ പ്ലാറ്റ്ഫോം ഇന്നിതാ ഏകദേശം 3 വർഷത്തോളം നമ്മൾ അടുക്കാറായി. നമ്മൾക്ക് 200-ലധികം സ്റ്റുഡൻസ് ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും നമുക്കുണ്ട്. UK ആരംഭിച്ചെങ്കിലും പിന്നീട് US നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, സ്വിറ്റ്സർലാൻഡ്, നമ്മുടെ നാട്ടിൽ നിന്നും ഒക്കെ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. നമ്മളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഒരു ഫാമിലി ബോണ്ടിങ് നമ്മുടെ സ്റ്റുഡൻസും പേരൻസും ടീച്ചേഴ്സുമായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അപ്പം ഈ ഒരു കുടുംബത്തിലേക്ക് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ മറ്റൊരു വിശേഷം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പം സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ പ്രിയപ്പെട്ട വാനമ്പാടി. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം ചിത്ര ചേച്ചിയുടെ ജീവിതത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രൗഢിയേറിയ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചൊരു വർഷമാണ് 2021. നമ്മുടെ ചിത്ര ചേച്ചിക്ക് പത്മഭൂഷൺ എന്ന ഇന്ത്യയിലെ തന്നെ 3rd ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. സോ പത്മശ്രീ ആയിട്ടും പത്മഭൂഷണായിട്ടും ഇനി ഒരുപാട് 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 നിലകളിലേക്ക് ഉയരാൻ പോകുന്ന നമ്മുടെ ചിത്ര ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ട്യൂട്ടേഴ്സ് വാലിയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ട്യൂട്ടേഴ്സ് വാലി ചിത്ര ചേച്ചി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ട്യൂട്ടേഴ്സ് വാലിയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വീണ്ടും നിങ്ങളെ എല്ലാരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരു ചെറിയൊരു ബിഗിനിങ്ങിൽ നിങ്ങൾ കാണിച്ച ഇൻട്രോയിൽ കുട്ടികളൊക്കെ പാടുന്നതും അവരെ പഠിപ്പിക്കുന്ന വിധവും ഒക്കെ കണ്ടു.
ഒരുപാട് സന്തോഷം. കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. കാരണം പത്മഭൂഷൺ നമ്മുടെ ചിത്ര ചേച്ചിക്ക് കിട്ടുക എന്ന് പറയുന്നത് ചേച്ചിയെക്കാളും അഭിമാനവും സന്തോഷവും ഞങ്ങൾക്കാണ്. അപ്പം ആ ഒരു അംഗീകാരം ലഭിച്ചതിന് ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ ചേച്ചി, നമുക്ക് ഇന്ന് പ്രോഗ്രാം എനിക്കറിയാം അവിടെ കുറച്ച് സമയം ഏകദേശം രാത്രിയായി. അപ്പൊ നമുക്ക് ഒരുപാട് ഞാൻ ലേറ്റ് ആക്കുന്നില്ല. നമ്മുടെ സ്റ്റുഡൻസിനെയും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ന്യൂസ് നമുക്ക് പറയാനുണ്ട്. അതും അനൗൺസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനെയും അതോടൊപ്പം തന്നെ നോഡി ചേട്ടനെയും വെല്ലിനേരി സാറിനും എല്ലാവർക്കും ക്യാമറയും വീഡിയോയും ഓൺ ചെയ്തിട്ട് ചിത്ര ചേച്ചിക്ക് നമുക്കൊരു ഹായ് പറയാം. അതിനുശേഷം ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. സോ എല്ലാവരും നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്തോളൂ. ചിത്ര ചേച്ചി നമസ്കാരം. നമസ്കാരം. നമസ്കാരം നോഡി, സുഖായിരിക്കുന്നോ? ചിത്ര ചേച്ചി, ബിഗ് കൺഗ്രാറ്റുലേഷൻ. ഞങ്ങളൊക്കെ വി ആർ റിയലി പ്രൗഡ് ഓഫ് യു ബീങ് എ മലയാളി. ആൻഡ് നിങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ബിഗ് താങ്ക്സ് ടു വിജയൻ ചേട്ടന് ഇതെല്ലാം ഇത് ചെയ്യണം. വിജയൻ ചേട്ടൻ, പിന്നെ വിനു ആണ് ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യണം. എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. Both are very professional. Big thanks to both of them. കഴിയുമ്പോഴേക്ക് വിനുവിനെയും കൂടെ കാണിച്ചു തരാം എല്ലാവർക്കും. നോഡി ചേട്ടാ, നമ്മളുടെ ഒപ്പം സ്പെഷ്യൽ ന്യൂസ് നമുക്കൊന്ന് അനൗൺസ് ചെയ്താലോ? പറഞ്ഞിട്ട് നമുക്ക് ബിജുവിനെ വേഗം ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പരിപാടിക്ക് തുടങ്ങാം. നമുക്ക് അവിടെ ലേറ്റ് ആണ്, അപ്പൊ അതുകൊണ്ട് ഓക്കെ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ലൈവില് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ആള് നമ്മുടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈസ് നൺ അതർ ദാൻ ദ സിഇഒ ഓഫ് ഫ്ലവേഴ്സ് ടിവി USA, മിസ്റ്റർ ബിജു സക്രിയ. ഫ്ലവേഴ്സ് ടിവി എന്നുള്ള സംരംഭം തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങൾക്കകം തന്നെ മലയാളികളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ചാനലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലവേഴ്സ് ടിവി. സോ ഫ്ലവേഴ്സ് ടിവിയുടെ യുഎസ്എയിലെ സിഇഒ ആയ ബിജു ചേട്ടൻ നമ്മുടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈസ് ഗോയിങ് ടു അനൗൺസ് എ ബിഗ് ന്യൂസ്. നമ്മളുടെ ട്യൂട്ടേഴ്സ് വാലിയും അതോടൊപ്പം തന്നെ ഫ്ലവേഴ്സ് ടിവി USA കൊളാബറേറ്റ് ചെയ്ത് നമ്മളൊരു ലൈവ് മ്യൂസിക്കൽ കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നുണ്ട്. സോ അതിൽ നമ്മുടെ US-ലുള്ള സ്റ്റുഡൻസ് ആയ മാനസിയും ഔഷ്മിയും ഓൾറെഡി അതിലെ കണ്ടസ്റ്റൻസ് ആണ്. അപ്പം അതിന്റെ കൂടുതൽ കൊളാബറേഷൻസും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാനല്ല അതിനെ പറ്റിയ ആള്. നമുക്ക് അതിന്റെ സ്വന്തം ഫ്ലവേഴ്സ് ടിവിയുടെ തന്നെ US-ലെ സ്വന്തം ബിജു ചേട്ടനെ തന്നെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോ ബിജു ചേട്ടാ, are you there with us? Yes, thank you so much, Nodi, and all the participants, especially Padmabhushan Dr. K. Chitra Chechi. എല്ലാവർക്കും അപ്പം തീർച്ചയായിട്ടും ട്യൂട്ടേഴ്സ് വാലിയുടെ ഈ ഒരു സംരംഭം ഫ്ലവേഴ്സ് USA ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പൊ ചിത്ര ചേച്ചി ഉൾപ്പെടെയുള്ള സിംഗേഴ്സിന് അറിയാവുന്ന പോലെ ഫ്ലവേഴ്സ് USA കഴിഞ്ഞ വർഷം ഇവിടുത്തെ നോർത്ത് അമേരിക്കയിലുള്ള കുട്ടികൾക്കും അതുപോലെയുള്ള സംഗീതം ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി ആരംഭിച്ച ഒരു ഷോ ആയിരുന്നു സിംഗ് ആൻഡ് വിൻ. ആ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് എല്ലാവരും ഒരു ആക്ടിവിറ്റീസും ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു വിർച്വൽ ഷോ സംഘടിപ്പിക്കുകയും ഒത്തിരി പേര്, അതിൻ്റെ അകത്ത് ഏകദേശം 300ഓളം പേരെ എൻഗേജ്ഡ് ആക്കാൻ പറ്റി. ഒത്തിരി നല്ല സിംഗേഴ്സ് അതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റി. അന്നാണ് ഞാനിപ്പോ അമേരിക്കയിൽ എത്തിയിട്ട് ഒരു 17 വർഷമായി. ഏഷ്യാനെറ്റിന്റെ ഇവിടുത്തെ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഫ്ലവേഴ്സ് ഏറ്റെടുത്തു. ആ കഴിഞ്ഞ വർഷമാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇത്രയും കൂടുതൽ നല്ല സിംഗേഴ്സ് അമേരിക്കയിൽ ഉണ്ടെന്നുള്ള കാര്യം. എപ്പോഴും നമ്മൾ ഒത്തിരി പല അസോസിയേഷനുകളുടെ ഷോയ്ക്കൊക്കെ ഒത്തിരി നമ്മൾ കാണുന്നത് ഒത്തിരി ഡാൻസേഴ്സിനെ കാണുന്നുണ്ട്. പക്ഷെ ഇത്രയും അധികം സിംഗേഴ്സ് എവിടെ ഉണ്ടെന്നുള്ള കാര്യം റിയലൈസ് ചെയ്തു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷത്തെ സിംഗ് ആൻഡ് വിൻ സീസൺ 1 വളരെ സക്സസ് ആയി. സീസൺ 2 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സീസൺ 2 ഇപ്പം ട്യൂട്ടേഴ്സ് വാലി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച്. വളരെ ട്യൂട്ടേഴ്സ് വാലിയുടെയും ഫ്ലവേഴ്സിന്റെയും ഒക്കെ ഒരു ലക്ഷ്യം നമ്മുടെ എന്താ പറയുക, ഈ ഒരു വെസ്റ്റേൺ കൾച്ചറിൽ ജീവിക്കുമ്പോഴും മലയാള സംഗീതത്തെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഒത്തിരി സന്തോഷം ട്യൂട്ടേഴ്സ് വാലിയായിട്ട് ചേർന്നിട്ട് ഈ ഒരു സിംഗ് ആൻഡ് വിൻ ഷോ അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്യൂട്ടേഴ്സ് വാലിയുടെ സ്റ്റുഡൻസ് ഈ ഷോയിലെ കണ്ടസ്റ്റൻസ് ആണ്. ഇത് അമേരിക്കയിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലല്ല. ഇവിടെ അമേരിക്കയിലും കാനഡയിലുള്ള മലയാള സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ ഷോ പോകുന്നത്. അതിനൊരു ചെറിയൊരു വിർച്വൽ റിയാലിറ്റി ഷോ എന്നുള്ള ഒരു ഫ്ലേവർ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒത്തിരി പേര് വളരെ സ്നേഹത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്നു. എസ്പെഷ്യലി ജൂനിയേഴ്സിന് പേരൻസ് ഭയങ്കരമായിട്ട് അവരെ ഇങ്ങനെ ഗ്രൂം ചെയ്യിക്കുന്നു, പഠിപ്പിക്കുന്നു, പാട്ട് പഠിപ്പിക്കുന്നു, മലയാള സംഗീതത്തിന്റെ ഫ്ലേവർ, അതിന്റെ ആത്മാവ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഒത്തിരി സന്തോഷം.
അപ്പം എല്ലാവർക്കും ഈ ട്യൂട്ടേഴ്സ് വാലിയിൽ പങ്കെടുക്കുന്ന ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വളരെ സക്സസ്ഫുൾ ആയ ഒരു ഇവന്റ് മാറട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഈ ഒരു ഫ്ലവേഴ്സിന് ട്യൂട്ടേഴ്സ് വാലിയായിട്ട് അസോസിയേറ്റ് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് വിജു ചേട്ടാ. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒക്കെ ഒരു ഐഡിയോളജി സെയിം ആണ്. ഫ്ലവേഴ്സ് ടിവി USA സിംഗ് കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, ട്യൂട്ടേഴ്സ് വാലി ആയിക്കോട്ടെ, നമ്മുടെ വെസ്റ്റേൺ കൾച്ചറിൽ ജനിച്ചു ജീവിക്കുന്ന നമ്മളുടെ ഈ ഒരു തേർഡ് ജനറേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കൾച്ചർ ഉൾക്കൊള്ളാൻ പറ്റിയ നല്ല പ്ലാറ്റ്ഫോംസ് ആണ് ട്യൂട്ടേഴ്സ് വാലിയും ഫ്ലവേഴ്സ് ടിവി USAയും കൈ കോർക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പം അതിന് നമുക്ക് എല്ലാവിധമായ വിശ്വസം ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനകളും വേണം. അപ്പം ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള സ്പെഷ്യൽ ന്യൂസ്. സോ ഇനി നമുക്ക് നേരിട്ട് പ്രോഗ്രാമിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഐ തിങ്ക് വെല്ലിനേരി സാറും കൂടെ നമ്മളുടെ കൂടെ 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്. സോ വെല്ലിനേരി സാറിനെ വെൽക്കം ചെയ്യുന്നു. സാർ ഉണ്ടെങ്കിൽ 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചിത്ര ചേച്ചി എനിക്ക് തോന്നുന്നു സാറ് നമ്മുടെ കൂടെ പ്രോഗ്രാമിൽ ഇല്ലാന്ന് തോന്നുന്നു. നമസ്കാരം. സുഖായിരിക്കുന്നു സാർ? സുഖായിരിക്കുന്നു. സമാദരണീയരായ നോഡി സാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ ശശീന്ദ്രൻ സാർ, ട്യൂട്ടേഴ്സ് വാലിയിലെ മറ്റ് ടീച്ചേഴ്സ്, അതുപോലെ ലോകമെമ്പാടുമുള്ള ട്യൂട്ടേഴ്സ് വാലിയിലെ വിദ്യാർത്ഥിനികളെ, സർവോപരി ഇന്നത്തെ മുഖ്യാതിഥിയും ലോക പ്രശസ്ത സംഗീതജ്ഞയുമായ പത്മഭൂഷൺ ഡോക്ടർ ചിത്ര മേഡത്തിന് അനന്തകോടി നമസ്കാരം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആഹ്ലാദഭരിതമായിട്ടൊരു ദിവസമാണ്. കാരണം ട്യൂട്ടേഴ്സ് വാലിയിലെ കുട്ടികൾക്ക് ചിത്ര ചേച്ചിയുടെ മുന്നിൽ അവരുടെ സംഗീതം അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരം, അത് സംഗീത ജീവിതത്തിലെ തന്നെ ഒരു അസുലഭ നിമിഷങ്ങളിലൊന്നാണ്. കാരണം ചേച്ചിയിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങൾ അത് വളരെ മഹത്തരമാണ്. ഇത്രയും ചിത്ര ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും ഉന്നതിയിൽ ഇരിക്കുമ്പോഴും അവരുടെ ആ എളിമ, ആ ലാളിത്യം, കുട്ടികളോട് കാണിക്കുന്ന വാത്സല്യപൂർണമായ പെരുമാറ്റം, ഇത് മറ്റു കലാകാരന്മാർക്കൊക്കെ മാതൃകയാക്കേണ്ടതാണ്. സാധാരണ നമ്മൾ പറയും കലാകാരന്മാർ സമൂഹത്തിന് മാതൃകയാണെന്ന് പറയും. അതിനൊരു ഉത്തമ ദൃഷ്ടാന്തമാണ് ചിത്ര ചേച്ചി എന്ന് എനിക്ക് പറയാൻ വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. നമ്മുടെ ട്യൂട്ടേഴ്സ് വാലിയെ പറ്റി പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള സംഗീതത്തെ സ്നേഹിക്കുന്ന കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞുവല്ലോ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് അർപ്പണബോധമുള്ള ഒരു പിടി അധ്യാപകർ ഈ സ്ഥാപനത്തിലുണ്ട്. പിന്നെ നോഡി സാറാണ് ഇതിന് നട്ടല്. നോഡി സാർ എന്ന് പറഞ്ഞാൽ ഇതിന് സമാനമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി അനവധി കാലത്തെ പരിചയമുള്ള നോഡി സാറാണ് നയിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ശശീന്ദ്രൻ മാഷ് വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് കൊണ്ടു നടക്കുന്നു. ഈ സ്ഥാപനത്തില് ഞങ്ങൾക്ക് വളരെ അഭിമാനമായിട്ട് പറയാൻ എന്താ വെച്ചാൽ, സാധാരണ ഇവിടെ സംഗീതം പഠിക്കുന്ന കുട്ടികൾ സരളിവരിശ മുതൽ വർണ്ണം വരെ എത്തുമ്പോഴേക്കും ആ ഒരു ഭാഗത്ത്, അതാണ് അടിസ്ഥാനം, അഭ്യാസഗാനവും സഭാഗാനവും. അഭ്യാസഗാനത്തില് ഈ സരളിവരിശ മുതൽ വർണ്ണം വരെ എത്തുമ്പോഴേക്കും നമ്മൾ 6 ഗ്രേഡുകളിലായിട്ട് കുട്ടികൾക്ക് പരീക്ഷ നടത്തുന്നുണ്ട്. ആദ്യത്തെ 2 പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ ഒരു പരീക്ഷ നടത്തും. അതിന്റെ പ്രത്യേകതയുണ്ട്. കുട്ടികൾ പരീക്ഷയാവാം എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തില്ല. അധ്യാപകർക്ക് ഈ കുട്ടി ഇത് വളരെ ഭംഗിയായിട്ട് 3-4 കാലം പാടും, വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് പാടുന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായാൽ മാത്രമേ നമ്മൾ പരീക്ഷ നടത്തുന്നുള്ളൂ. ഈ 6 ഗ്രേഡ് കഴിഞ്ഞ് ഓരോരോ ഗ്രേഡ് കഴിഞ്ഞാലും നമ്മൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഈ 6 ഗ്രേഡ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ് നമ്മൾ അടുത്ത വർണ്ണ കീർത്തനങ്ങൾക്ക് കഴിഞ്ഞ് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഒരു സ്ഥാപനത്തെ UK ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് അത് വാല്യൂ ആണെന്നാണ് സാറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സംഗീതത്തിന്റെ മറ്റ് ശാഖകൾ, ഇപ്പോ സിനിമാ ഗാനം പാടാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ ഇന്ന് ഇവിടെ ചിത്ര ചേച്ചിയുടെ മുമ്പിലാണ് അവർ പാടുന്നത്. ഇത് എനിക്ക് പറയാനുള്ള, കുട്ടികൾക്ക് പലപ്പോഴും ഇതിന്റെ വില മനസ്സിലാകുമെന്ന് അറിയില്ല. ഇനി ഒരു 50 വർഷമോ അല്ലെങ്കിൽ 30, 40, 50 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സംഗീത ജീവിതത്തില് പത്മഭൂഷൺ ചിത്ര ചേച്ചിയുടെ മുമ്പില്, അതുപോലെ തന്നെ FG ശ്രീകുമാർ സാറിന്റെ മുമ്പില്, അതുപോലെ സുജാത ചേച്ചി 2-3 തവണ വന്നു, അനുരാധ ശ്രീറാം വന്നു. ഇപ്പോൾ അനവധി പ്രഗത്ഭരായിട്ടുള്ള സിനിമാ സംഗീത മേഖലയിലുള്ള അനവധി സംഗീത സംവിധായകരുടെ മുമ്പിൽ ഇവര് പാടാനും അവരുടെ അഭിപ്രായം കേട്ട് അതിനനുസരിച്ച് മോൾഡ് ചെയ്ത് കൊണ്ടുവരാനും കുട്ടികൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഈ ട്യൂട്ടേഴ്സ് വാലിയുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് നമുക്ക്
എടുത്തു പറയാൻ സാധിക്കും. മാത്രമല്ല കർണാടക സംഗീതം പഠിച്ച് അത് കച്ചേരി നടത്തുവാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിന് വേണ്ട കൃത്യമായിട്ടുള്ള അഭ്യാസവും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരാണ് അതിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ട്യൂട്ടേഴ്സ് വാലിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് നമുക്ക് ധൈര്യമായിട്ട് 100% ധൈര്യമായിട്ട് പറയാൻ കഴിയും, സംഗീത ജ്ഞാനമുള്ള കുട്ടിയാണെങ്കിൽ അവർ നന്നായിട്ട് പാടിയിരിക്കും. മാത്രമല്ല ഇത്തരം പ്രഗത്ഭരായിട്ടുള്ള ഈ ചിത്ര ചേച്ചി പോലത്തുള്ള ആളുകളുണ്ട്. ഞങ്ങൾക്കൊക്കെ എനിക്കൊരു അപേക്ഷയാണ്, ഞങ്ങളെപ്പോലത്തെ ഈ അധ്യാപകർക്കും ഈ സംഗീത വിദ്യാർത്ഥികൾക്കൊക്കെ ടീച്ചർ അനുഗ്രഹം എന്നും ഉണ്ടാവണം ചേച്ചിയുടെ. ഇവരൊക്കെ മുമ്പിന് വരാനും നിങ്ങളോടൊക്കെ ഈ സംവേദിക്കാനും പറ്റുന്ന ഒരു ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാനൊക്കെ കാണുന്നു. നന്ദി, നമസ്കാരം. സോറി. എന്തായാലും വെള്ളിനേഴി സാറ് ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് എനിക്കൊന്ന് ഒരുപാട് ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യങ്ങളാണ് വെള്ളിനേഴി സാർ പറഞ്ഞത്. നോടിച്ചേട്ടൻ പറഞ്ഞ പോലെ, വെള്ളിനേഴി സാറൊക്കെ പറഞ്ഞ പോലെ, ചേച്ചിയുടെ ഈ ഒരു സമയത്ത് നമ്മളെ പോലുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. സോ ഇനി ഞാൻ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മളുടെ ഈ ഒരു ഫേസ്ബുക്ക് ലൈവ് നമ്മുടെ ട്യൂട്ടേഴ്സ് വാലിയുടെ ഒഫീഷ്യൽ പേജിലൂടെ, പിന്നീട് MML UK എന്നുള്ള പേജിലൂടെ, മല്ലു കഫേ റേഡിയോ ആൻഡ് ഓൾസോ ഇന്നോട്ട് ഫ്ലവേഴ്സ് ടിവിയുടെ USA പേജിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ്ബുക്ക് ലൈവ് കാണാവുന്നതാണ്. സോ ഇനി നമ്മളുടെ ആദ്യത്തെ സ്റ്റുഡന്റ്, ഇന്ന് നമുക്ക് ചിത്രചേച്ചി ആയോണ്ടാവാം നമുക്ക് സ്റ്റുഡൻസിന്റെ ഒരു മിക്സ്ചർ ഓഫ് സ്റ്റുഡൻസ് ആണ്. നമുക്ക് മുതിർന്ന കുട്ടികളും ഉണ്ട്, ചെറിയ കുട്ടികളും ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ടി പാടാൻ വരുന്ന ആള് US നിന്നാണ്. സോ ചിത്രചേച്ചി, നമ്മുടെ ശശീന്ദ്ര സാറും കൂടി ഉണ്ട്. ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞോട്ടെ ചിത്രചേച്ചിയോട്. പിന്നെന്താ ശശീന്ദ്രൻ മാഷും കൂടെ. നമസ്കാരം. നമസ്കാരം മാസ്റ്റർ, സുഖായിരിക്കുന്ന? ചേച്ചി ക്ലാസ് ഇപ്പൊ കാണിച്ചായിരുന്നു. സുഖാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെ അനുഗ്രഹമുണ്ട്. ചേച്ചിയുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത്രയും ആത്മാർത്ഥമായിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കല്ലേ, തീർച്ചയായിട്ടും അതിന്റെ ഗുണങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. വെള്ളിനേഴി സാറാണെങ്കിലും രണ്ടുപേരും നിങ്ങളുടെ കേൾക്കുമ്പോ തന്നെ നിങ്ങൾ എത്ര സിൻസിയർ ആയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും നന്നായി വരട്ടെ എല്ലാവരും. All the best, every participants. All the best for each and every one. Yeah. Thank you. Chechi, once again, thanks a lot for taking time to come to us. Thank you. Okay, so with Nodichattans and Shashidhan Mash and also Chitra Chechi's permission, നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് അല്ല, നമ്മുടെ സ്റ്റുഡന്റിനെ വിളിക്കാണ്. ചിത്ര ചേച്ചി, നമ്മളുടെ ആദ്യത്തെ സ്റ്റുഡന്റ് US നിന്നുള്ള സ്മിത ആണ്. സോ സ്മിത ചേച്ചി, നമുക്ക് ചിത്ര ചേച്ചിയോട് സംസാരിക്കാനും പാട്ട് പാടാനുള്ള ഫസ്റ്റ് ചാൻസ് ഇസ് ഫോർ യു. ഹായ് ചിത്ര ചേച്ചി, നമസ്കാരം. ഹായ് സ്മിത. ഓക്കെ, നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടോ മുമ്പ്? ഇല്ല അല്ലേ? ഓക്കെ. സ്മിത എന്താ ചെയ്യുന്നത്? എവിടെയാണ്? യുഎസില് ആർക്കൻസാ. ഓക്കെ. പാട്ട് പഠിക്കുന്നുണ്ടോ ട്യൂട്ടേഴ്സ് വാലിയിൽ? അല്ലാതെ ട്യൂട്ടേഴ്സ് വാലിയിലെ ഡിസംബർ മുതൽ പഠിച്ചോളൂ. ഡിസംബർ മുതൽ. ഓക്കെ. അതിന് മുമ്പ് പഠിച്ചിട്ടില്ല. ഓക്കെ. ഇന്ന് എന്താണ് പാടാൻ പോകുന്നത്? കണ്ണേ കലൈമാനെ. ഓക്കെ. ഫാമിലിയിൽ ആർക്കെങ്കിലും മ്യൂസിക് ഉണ്ടോ? ഇല്ല, മോള് പഠിക്കുന്നുണ്ട്. ഓക്കെ. സ്മിത വർക്ക് ചെയ്യുന്നുണ്ടോ അതോ? ഉണ്ട്. എന്തായിട്ടാണ്? ഞാൻ ഒരു ഫിസിഷ്യനാ. ഓക്കെ. ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞ് കേട്ടില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല, അതായിരിക്കും. ഓക്കെ, പാടിക്കോളൂ സ്മിത. ഓക്കെ.
ഓ സ്മിത, എന്തോ നന്നായി പാടി കേട്ടോ, നന്നായി പാടി. സ്മിതയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് നല്ല ശ്വാസം പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി നല്ലോണം ഉണ്ട്. വെച്ചാൽ ലോങ് ആയിട്ട് ഫ്രേസസ് ഒക്കെ കട്ട് ചെയ്യാതെ നന്നായിട്ട് തന്നെ പാടി. ശ്രുതിയും താളവും രണ്ടും നല്ലോണം ഉണ്ട്. ആകെ ഒരേ ഒരു സ്ഥലം എനിക്ക് തോന്നിയ എന്തറിയാമോ, കന്നിമയിൽ എന്നാ നല്ലത് ഒരു നോട്ട് മാറിപ്പോയി. ആ നോട്ട് മാറിയപ്പോ രാഗം മാറിപ്പോയി. അറിയാം, കണ്ണേ കലൈമാനേ കന്നിമയി, ആ ചെറിയ ഗാന്ധാരം സ്മിത പാട് കന്നിമയി എന്ന് പാടി. മയി ആണ് നോട്ട് കേട്ടോ. ആ മയിൽ എന്നാ മാത്രം ഒരു നോട്ട് മാറിപ്പോയി. ബാക്കിയൊക്കെ നന്നായി പാടി. ഇനി കുറച്ച് ചെറിയ സംഗതികൾ പാടാൻ ട്രൈ ചെയ്യണം. അത് അതൊക്കെ കൊണ്ടുവരാം. അങ്ങനത്തെ ഉള്ള പോർഷൻസ് കുറച്ച് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താലേ വരുള്ളൂ കേട്ടോ. പ്ലെയിൻ ആയിട്ട് പാടുന്നതൊക്കെ അസലായിട്ട് പാടുന്നുണ്ട്. ഇനി കുറച്ച് ഇംപ്രൂവ് ചെയ്യണം കേട്ടോ. ഈ സംഗതികളൊക്കെ പാടാനുള്ള ശ്രമം ഉണ്ടാവണം, എങ്കിലേ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. എനിവേ, വെരി ഗുഡ്, നൈസ്, ഗോഡ് ബ്ലെസ് യു. ഇപ്പൊ ഈ പ്രൊഫഷൻ വേറെ ആണെങ്കിൽ പോലും അത്ര ഇൻട്രസ്റ്റ് എടുത്ത് ഏതായാലും പഠിക്കുന്നുണ്ടല്ലോ, അതിന് എന്റെ അപ്രീസിയേഷൻ. രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ സ്മിതയ്ക്ക്. ഐ എം നോട്ട് ഷുവർ സ്മിത ചേച്ചിന്ന് വിളിക്കാൻ പറ്റുന്നു, പക്ഷെ മുഖം കണ്ടിട്ട് എനിക്ക് പ്രായം തോന്നുന്നില്ല. നമ്മുടെ പ്രോഗ്രാം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സ്മിത വരുന്നത്, റൈറ്റ്? അതെ, നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ടീച്ചറിന്റെ പേരും ഒക്കെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ടീച്ചറിനും അത് വലിയ സന്തോഷമാവും. എന്റെ ടീച്ചർ നീന മാം ആണ്. ഭയങ്കര ഓസം ടീച്ചറാണ്. നല്ല നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പൊ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് മേക്ക് യുവർ ടീച്ചർ മോർ ആൻഡ് മോർ പ്രൗഡ് ഓഫ് യു. ടീച്ചർ ഓൾറെഡി കാണും, കാരണം സ്മിത ചേച്ചിയുടെ ആദ്യത്തെ ലൈവ് തന്നെ ചിത്ര ചേച്ചിയോടല്ലേ. സോ ഐ തിങ്ക് ടീച്ചർ എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ, എനിവേ സ്മിതയ്ക്ക് പോവാൻ ധൃതി ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഒത്തിരി ടൈം എടുക്കുന്നില്ല. താങ്ക് യു ഫോർ ജോയിനിങ് അസ്. അപ്പൊ അടുത്ത നമ്മുടെ ലൈവില് വീണ്ടും വരെ എന്തായാലും ട്യൂട്ടേഴ്സ് വാലിയും USA ബന്ധം ഒരുപാട് ഇപ്പം ഇന്നത്തെ ഈ ഒരു അനൗൺസ്മെന്റോടെ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയേക്കാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത ലൈവിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്, ചിത്ര ചേച്ചി നമ്മളുടെ അടുത്ത സ്റ്റുഡന്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ജീന ചേച്ചിയാണ് നമ്മുടെ അടുത്ത സ്റ്റുഡന്റ്. ജീന ചേച്ചി നമ്മളുടെ ഇപ്പം മദേഴ്സ് ഡേയുടെ പ്രോഗ്രാമിന് നമ്മളൊരു കോമ്പറ്റീഷൻ, ഒരു മദേഴ്സ് ഡേക്ക് ഒരു കോമ്പറ്റീഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടി മാത്രമായിട്ട്. നമ്മുടെ ലതിക ടീച്ചർ ആയിരുന്നു അതിന്റെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ജഡ്ജായിട്ടും വന്നത്. അപ്പം ആ ഒരു മദേഴ്സ് ഡേയുടെ സിംഗിങ് കോമ്പറ്റീഷനിൽ നമ്മുടെ വിന്നറാണ് ജീന ചേച്ചി. സോ അടുത്തതായിട്ട് ജീന ചേച്ചി ഓസ്ട്രേലിയയിൽ നിന്നാണ്. So now over to Jeena Chechi from Australia. Hello. Hello. കേക്കാം. ഇപ്പൊ കേക്കാം, കാണാം. ഹലോ, ഹായ് ചിത്ര മാം. ഹലോ ജീന, എന്താണ് ചെയ്യുന്നത്? ഞാൻ നേഴ്സാണ്. ഓക്കെ, ഓസ്ട്രേലിയയിൽ എവിടെയാ? ഞാൻ മെൽബണില്. ഞാൻ ചിത്ര മാം 2008 വന്നപ്പോ നമ്മള് ചെറുതായിട്ടൊന്ന് വർത്താനം, പക്ഷെ മാം ഓർക്കുന്നില്ല. 2008 ഇടയ്ക്കിടയ്ക്ക് കണ്ടോണ്ടിരുന്നാൽ ഓർമ്മ വരും. ഷോയ്ക്ക് എനിക്ക് തോന്നുന്നു 2007-08 ആണ്. ഓക്കെ, മൈക്ക് അടുത്തേക്ക് പിടിക്കാമോ? കേൾക്കുന്നില്ല പറയുന്നത്. ഇപ്പൊ കേൾക്കാം. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഡ്യൂട്ടി ഒക്കെ എങ്ങനെയാണ്? ഡ്യൂട്ടി നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അവിടെയൊക്കെ കൺട്രോൾഡ് ആണോ ഇപ്പോ? അവിടത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് ഇപ്പൊ ഔട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പൊ ലോക്ക്ഡൌണിലാണ് ഇപ്പം. ആണോ? ഓക്കെ. നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോണം? ഉണ്ട്, എപ്പോഴും പോണം ഡ്യൂട്ടിക്ക്. പക്ഷെ പേഷ്യൻസ് ഇപ്പൊ ഇല്ല, വന്നിട്ടില്ല ഇതുവരെ. കമ്മ്യൂണിറ്റിയിൽ അവര് ഉള്ളവരെയൊക്കെ ക്വാറന്റൈൻ ചെയ്ത് വീട്ടിൽ തന്നെ. ഇപ്പൊ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഈ ഒരു സമയത്ത് മാലാഖമാരെ പോലെ വന്ന് നിങ്ങളെല്ലാരെയും ശുശ്രൂഷിക്കുന്നതിന് ദൈവത്തിന്റെ അനുഗ്രഹം എന്നും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. അപ്പൊ കീപ് യുവർ സെൽഫ് സേഫ് ആയിട്ടിരിക്കൂ. അപ്പൊ ഇന്ന് എന്താണ് പാടാൻ പോകുന്നത്?
ഞാൻ ചിത്ര ചേച്ചി പാടിയ ഇന്നലെ എന്ന് പറഞ്ഞ ഫിലിമിലെ കണ്ണിൽ നിന്മയിൽ കണ്ണിൽ ഓ ഡിഫിക്കൽട്ട് സോങ് ആണോ ശരിക്കും? ഡിഫിക്കൽട്ട് ആണ്. എന്റെ എത്ര വർഷം എത്ര വർഷമായി ഞാനല്ല പഠിക്കുന്നേ, മോളാണ് പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. ചിത്രമാമിനോട് വർത്തമാനം പറ. ഹലോ, എന്താണ് മോളുടെ പേര്? രാവിലെ അയ്യോ ഉറങ്ങിയില്ല. അവൾ ഉറങ്ങി. അവള് പറഞ്ഞു എനിക്ക് ചിത്ര മാമിനോട് വർത്താനം പറഞ്ഞ് എന്നെ എഴുന്നേപ്പിക്കണം എന്ന് പറഞ്ഞു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിരിക്കുകയാണ് അയ്യോടാ. ഓക്കെ, മോൾ ഏത് ക്ലാസ്സിലായി? 2ാം ക്ലാസ്സിലായി. ഓക്കെ ഓക്കെ. പാട്ട് പഠിക്കുന്നുണ്ടല്ലേ? അപ്പൊ മിടുക്കിയായിട്ട് ദിവസവും പ്രാക്ടീസ് ചെയ്യാ കേട്ടോ. ഇതുപോലെ ഒരിക്കൽ മോള് പാടുന്നതും ആന്റിക്ക് കേൾക്കണം. ഓക്കെ ശരി. ഇനി പോയി ചാച്ചി ഇറങ്ങിക്കോ. അങ്ങനെ ഭാഗമായിട്ട് അതിന്റെ ഫൈനൽ എത്തുന്ന ആൾക്ക് ചിത്ര ചേച്ചിയുടെ പാടാനുള്ള അവസരവും കൂടെ അതിന്റെ എന്താ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ഈ ഒരു അവസരം. പ്രൈസ് ആണ് ഞങ്ങളിപ്പോ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഓ ശരി ശരി ശരി. ഓക്കെ, അപ്പൊ ജീനയുടെ പാട്ട് കേക്കാം. ഓക്കെ ചിത്രമ്മ. ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞോ, പൊന്നോ പൂമൊട്ടോ വർണ്ണത്തിലോ നിൻഭാവം മോഹനമാക്കി, മിന്നാരക്കൈയിൽ നിൻ തൂവൽ ചിരുവിതറി തൈമാസത്തെന്നൽ പദമാടി തിരുമുടിയിൽ ഇന്നലെ രാവായി പാടി മറഞ്ഞു നിന്റെ അനാഥമൗനം. കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞോ, പൊന്നോ പൂമൊട്ടോ വർണ്ണത്തിലോ നിൻ ഭാവം മോഹനമാക്കി. നീയാണാദ്യം കണ്ണീർ തൂവി ശ്യാമാരണ്യത്തിൻ മീതെ, നീയാണാദ്യം പുഞ്ചിരി തൂകി നിത്യനിലാവിൻ മീതെ, മൂവന്തിക്കതിരായി നീ പൊന്മാടത്തുഞ്ചെത്തും കോലക്കുഴൽ കിളിക്കുഞ്ഞി, കസ്തൂരിക്കുറിയുണ്ട് പവിഴപ്പുതുമിന്നുണ്ട് പൂമിടക്കൂടുണ്ട്, കാണുന്നതെല്ലാം സ്വപ്നങ്ങളാകും കോലക്കുഴൽ കിളിക്കുഞ്ഞി. കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞോ, പൊന്നോ പൂമൊട്ടോ വർണ്ണത്തിലോ നിൻ ഭാവം മോഹനമാക്കി.
പൊന്നോ പൂമുട്ടോ വർണ്ണത്തിലോ നിൻ ഭാവം മോഹനമാക്കി. ഓ ജീന നന്നായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. താങ്ക് യു. ആ മേലെ ഉള്ള സ്ഥലം മാത്രമേ ഉള്ളത്, അത് റേഞ്ച് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ മാത്രമേ അതെനിക്ക് പോയി. അത് സാരല്ല, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അതൊക്കെ എക്സ്ക്യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇത്രയും ഈ ഫുൾ പാട്ട് പാടുന്ന ആ ഒരു സ്ഥലം മാത്രമല്ലേ ചെറുതായിട്ട് പോയുള്ളൂ. അതുകൊണ്ട് ഒട്ടും വിഷമിക്കണ്ട, അസലായിട്ട് പാടി, നല്ല ജ്ഞാനമുണ്ട്. ജീന എന്താ പറയണ്ട, മോൾ ഇത്രയും നന്നായി പാടുമോ അതോ മോള് പഠിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളൂ? തുടങ്ങിയിട്ടേ ഉള്ളൂ? പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരാളേ ഉള്ളൂ? ഒരു മോളേ ഉള്ളോ? അല്ലല്ല, 4 പേര് ട്വിൻസ്. ഒരു മോളും പിന്നെ ഒരു മോനുണ്ട്. പിന്നെ 2 ട്വിൻസാ, കുഞ്ഞു 2 വയസ്സ്. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കുട്ടികളെ നോക്കുന്ന തിരക്കും ജോലിയുടെ തിരക്കും അതിന്റെ കൂടെ പ്രാക്ടീസിനൊക്കെ നേരം കിട്ടുന്നുണ്ടോ? പ്രാക്ടീസ് എല്ലാ ദിവസവും ഇങ്ങനെ കരോക്കെ ഒക്കെ വെച്ച് പാടും. പിന്നെ ഇവളിപ്പോ പഠിക്കുന്നോണ്ട് ഞാൻ കുഞ്ഞിലേ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം പഠിച്ചു. ഞാൻ സ്കൂളിലായിരുന്നപ്പോ ചിത്ര മാം ഒക്കെ പാടിയ അളകനന്ദ തീരമൊക്കെ ഡിസ്ട്രിക്ട് ലെവലൊക്കെ പാടുമായിരുന്നു, ലളിത സംഗീത മത്സരത്തിനൊക്കെ. അത് ഞാൻ പാടിയിട്ടുള്ള പാട്ടാണ്, എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ ഇവളിപ്പോ പഠിക്കുന്നോണ്ട് ഇവളുടെ കൂടെ ഞാനും പ്രാക്ടീസ് ചെയ്യും. ഓ നന്നായി, വിട്ട് കളയരുത് കേട്ടോ. നല്ല ജ്ഞാനമുണ്ട്, നല്ല ടാലന്റ് ഉണ്ട്, ശബ്ദവും ഇപ്പോഴും നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ടല്ലോ, മേലെ റേഞ്ച് ഒക്കെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും പാടിക്കൊണ്ട് തന്നെ ഇരിക്കൂ. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ രണ്ടിലും. ആരോഗ്യ വിഭാഗത്തിലാണെങ്കിൽ പോലും അവിടെയും ഒരു സിംഗർ ആയിട്ട് ശോഭിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീന, ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു കേട്ടോ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ജീന ചേച്ചി 4 കുട്ടികളുടെ അമ്മയാണ്, നഴ്സാണ്. അതിന്റെ ഇടയിലെല്ലാം ഈ ഒരു പാട്ട് ചേച്ചി പഠിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് പോലും സമയം കണ്ടെത്തി പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് രാത്രി 1 മണിക്ക് ഞങ്ങളുടെ കൂടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ജീന ചേച്ചി പാട്ട് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ തിരക്കാണെന്ന് അറിയാം, പക്ഷെ അത് വിട്ട് കളയരുത്. ഒരിക്കലും ഇല്ല. ഓക്കെ ചേച്ചി, എന്തായാലും നമുക്ക് അടുത്തൊരു ലൈവില് മോളെയും ചേച്ചി ഒരുമിച്ച് കാണാൻ നമുക്ക് സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു നതാശ. താങ്ക് യു ചേച്ചി. ഓക്കെ ചിത്ര ചേച്ചി, അടുത്തതായിട്ട് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത് ആളൊരു പാട്ടുകാരൻ മാത്രമല്ല, എന്താ പറയാ, ഒരു എമർജിംഗ് മ്യൂസിക് കമ്പോസർ ആണെങ്കിലും പറയാം. ചിലപ്പോ നാളത്തെ ബേണി ചേട്ടനെ പോലെയോ നമ്മുടെ ഔസേബച്ചൻ സാറിനെ പോലെയൊക്കെ ആവാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗോപി സുന്ദറിനെ പോലെയൊക്കെ ആവാം എന്ന് പറയുന്നു. പാട്ട് മാത്രമല്ല, പാട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്യും. ജർമ്മനിയിൽ നിന്ന് നമ്മുടെ അനന്തു കുട്ടനാണ് നമുക്ക് അടുത്തതായിട്ട് പാടാൻ പോകുന്നത്. അനന്തു. നമസ്കാരം ചിത്ര മാം, ഞാൻ അനന്തു. ഹലോ അനന്തു, എന്തിനു പഠിക്കുന്നേ? എന്താ ചെയ്യുന്നേ? ഏത് ക്ലാസ്സിലായി? ഞാൻ 5th ക്ലാസ്സായി. 5th സ്റ്റാൻഡേർഡ്. ഓക്കെ ഓക്കെ. ജർമ്മനിയിലല്ലേ? ഓക്കെ. ഫ്രാങ്ക്ഫർട്ടിൽ എത്ര വർഷമായിട്ട് പഠിക്കണു മോൻ? അല്ല, നാട്ടില് വേറെ പഠിച്ചിട്ടുണ്ടോ? 1 വർഷം പഠിച്ചില്ല, നാട്ടില് പഠിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ കമ്പോസിങ് ഇഷ്ടാണ്? ഓൺ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാനും? ഇപ്പൊ വെസ്റ്റേണും പഠിക്കുന്നുണ്ടോ മോൻ? കോഡ്സ് ഒക്കെ എഴുതാനൊക്കെ പഠിക്കുന്നുണ്ടോ? ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും? ഡ്രംസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ കോഡ്സ് ഒക്കെ എഴുതാൻ പഠിക്കണമെങ്കിൽ ഗിറ്റാറോ കീബോർഡോ എന്തെങ്കിലും ഒരെണ്ണം കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പണ്ടില് ഗിറ്റാർ പഠിച്ചിരുന്നു. ഓക്കെ. പണ്ടില് മലയാളം കേൾക്കാൻ നല്ല രസമുണ്ട്. ഇത്രയെങ്കിലും പറയുന്നുണ്ടല്ലോ, അത് തന്നെ സന്തോഷം. ശരി, മോൻ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോന്നേ? ഞാൻ നിന്റെ പാട്ട് താമര കണ്ണനുറങ്ങീണം പാടുന്നു. ഓക്കെ ഓക്കെ, പാടിക്കോളൂ കേട്ടോ. അവിടെ എത്ര മണിയായി? വാട്ട്സ് ദ ടൈം? Now it is 5:39. 5:30. Okay. So it's not late. Okay. No. Ram rari ram rararo rari rari rara
താമര കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടിയുറങ്ങീണം താമര കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടിയുറങ്ങീണം അച്ഛനെ പോലെ വളരേണം അമ്മയ്ക്ക് തണലായി മാറേണം അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനെ കയ്യിലെടുക്കേണം താമര കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടിയുറങ്ങീണം വീണുയർന്നു വളരണം കണ്ണു രണ്ടും തെളിയണം പൂവെറിഞ്ഞ വഴികളിൽ മുള്ളുകൊണ്ടു നീങ്ങണം ഊവാവുമാറുവാൻ നാമം ജപിക്കണം നല്ലവനാകേണം താമര കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടിയുറങ്ങീണം താമര കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടിയുറങ്ങീണം നീ മറന്നു പോകിലും ഏറെ ദൂരെയാകിലും എൻ്റെ ഉള്ളിനുള്ളിൽ നീ പിഞ്ചു പൈതലാകണം ആയിരം തിങ്കളെ കണ്ടു ചിരിച്ചു നീ നാൾ വാഴേണം താമര കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടിയുറങ്ങീണം താമര കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടിയുറങ്ങീണം അച്ഛനെ പോലെ വളരേണം അമ്മയ്ക്ക് തണലായി മാറേണം അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനെ കയ്യിലെടുക്കേണം ആരീരം രാരീരം രാരാരോ ആരീരാരീരാരാരോ മിടുക്കൻ. ഗുഡ് ജോബ്. താങ്ക് യു. ഗുഡ് ജോബ് അനന്തു. താങ്ക് യു. മോന് നല്ല ശ്രുതിജ്ഞാനവും താളജ്ഞാനവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി കുറച്ച് നുവാൻസസ് ഇല്ലേ, അതൊക്കെ കുറച്ച് ചെറിയ ചെറിയ സംഗതികളൊക്കെ പാടാൻ ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പൊ മോനെല്ലാം പ്ലെയിൻ നോട്ട്സ്, പക്ഷെ കറക്റ്റ് ശ്രുതി, പക്ക ശ്രുതിയും താളവും ഒക്കെ കറക്റ്റായിട്ട് പാടുന്നുണ്ട്. ഇനി കുറച്ച് മോന്റെ സംഗതികൾ. താമര കണ്ണനുറങ്ങീണം താമര കണ്ണനുറങ്ങീണം,
അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മോന് കുറച്ച് മോന്റെ സിംഗിങ്ങിൽ കൊണ്ടുവരാൻ ട്രൈ ചെയ്യണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? മനസ്സിലാവും. ഓക്കെ, ഗമകങ്ങൾ മോന്റെ സിംഗിങ്ങിൽ കൊണ്ടുവരണം കേട്ടോ. Yesterday was my sister's birthday. Can you please wish her happy birthday? Yesterday was her birthday? Yeah. What's her name? Aishwarya. Happy and birthday we call her Ammu. to you. Happy birthday to you. Happy birthday dear Aishwarya alias Ammu. Happy birthday to you. May God bless you dear. May God bless you dear. Happy birthday, happy birthday. Happy birthday to you. Happy birthday Ammukutti. Thank you. Say thank you. So sweet. Thank you. Okay. Thank you. Okay Anantu, God bless you. എന്താ ഗിഫ്റ്റ് കൊടുത്തത് അമ്മൂന്? ഒരു ന്യൂ സൈക്കിൾ. Oh. Okay. The brother is very loving brother. Huh? Yes. Ammu is lucky to have a brother like you. മില്ലിനറി സർ, ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നു. ഇത് സോങ് സജിത മാം പഠിപ്പിച്ചത്. ഓക്കെ, വെരി ഗുഡ് മോനെ കേട്ടോ. നന്നായിട്ട് ദിവസം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. താങ്ക് യു. നമസ്കാരം. അനന്തു is actually well trained എന്ന് തോന്നുന്നു. അല്ലെ ചിത്ര ചേച്ചി? മലയാളം അറിയത്തില്ല. ഇത്രയും ട്രൈ ചെയ്യുന്നുണ്ടല്ലോ പറയാൻ, അത് തന്നെ വലിയ കാര്യം. ഓക്കെ ചേച്ചി, നമ്മളുടെ അടുത്ത സ്റ്റുഡന്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ആ സ്റ്റുഡന്റും ചേച്ചിയിലും തമ്മിൽ എനിക്കൊരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ട്. അത് ചേച്ചിക്കും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ കാണുന്നവർക്ക് തോന്നും. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോഴുണ്ടല്ലോ എപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ ഹംബിൾ ആയിട്ട് സംസാരിക്കുന്ന രണ്ടുപേരാണ്. അപ്പൊ ചിത്ര ചേച്ചിയുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ആളെയാണ് അടുത്തതായിട്ട്. പാട്ടിന്റെ കാര്യം പറയാൻ ഞാൻ ആളല്ല, പക്ഷെ പേഴ്സണാലിറ്റി വൈസ് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ലെറ്റ് മീ വെൽക്കം നമ്മളുടെ പ്രിയ ചേച്ചി ടു സിംഗ് ദ നെക്സ്റ്റ് സോങ് ഫോർ us. പ്രിയ ബസന്ത് അല്ലേ? എവിടെ പ്രിയെ കാണുന്നില്ലല്ലോ. ഹായ് പ്രിയ. സുഖാണോ? ഓ സുഖം. പ്രിയക്ക് സുഖാണോ? സുഖം ചേച്ചി. I was looking forward for this day and for this time. വിറക്കണ്ട, പേടിക്കണ്ട കേട്ടോ. ധൈര്യമായിട്ട് പാടൂ. ഇപ്പൊ എത്ര വർഷത്തിന് ശേഷം നമ്മൾ കാണുന്നേ? ഒരു 2 വർഷമായി ചേച്ചി. 2019 നമ്മൾ ഒക്ടോബറിൽ കണ്ടത്. ഓക്കെ, 19 ഒക്ടോബർ. ഓക്കെ. Oh my God. പ്രിയ അതുപോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ, സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. പരിചയക്കാരാണോ? ഞാൻ UK ഒരു ടൂർ വന്ന സമയത്ത് പ്രിയ വന്നിരുന്നു. ഞങ്ങളുടെ മീറ്റ് ആൻഡ് ഗ്രീറ്റിനൊക്കെ പ്രിയ പാടിയിരുന്നു. അപ്പൊ മുതല് വി ആർ ഇൻ ടച്ച്. പ്രിയ ഏത് പാട്ടാ പാടാൻ പോണെന്ന്? ഞാനിന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എസ് ജാനകി അമ്മയുടെയും മലേഷ്യ വാസുദേവൻ സാറിന്റെയും പൂങ്കാത്ത് തിരുമ്പുമ്മ. ഓക്കെ, മൈക്ക് കുറച്ച് അടുത്തേക്ക് വെക്കണേ, സംസാരിക്കുമ്പോ കേൾക്കുന്നില്ല. എപ്പോഴും പ്രിയടുത്ത് ഉള്ള എന്റെ കംപ്ലൈന്റ് ആണ്, വോയിസ് മെസ്സേജ് ഇടുമ്പോഴൊക്കെ വോള്യൂം. ഓക്കെ, ഇവിടെ ട്യൂട്ടേഴ്സ് വാലിയിൽ എത്ര നാളായിട്ട് പഠിക്കുന്നു പ്രിയ? ഞാനിപ്പോ ഒരു 4-5 മാസമായിട്ടുള്ളൂ ചേച്ചി. അത്രേ ഉള്ളൂ. എന്റെ ടീച്ചർ ശ്രുതിയാണ്. കർണാട്ടിക് ആണോ ലൈറ്റ് മ്യൂസിക് ആണോ? എന്താ പഠിക്കുന്നത് അവിടെ? ലൈറ്റ് മ്യൂസിക് ആണോ കർണാട്ടിക് ആണോ? പാടിക്കോളൂ. മൈക്ക് കുറച്ചുകൂടെ അടുപ്പിച്ചോളേ. അനന്തക്കുട്ടൻ ചിരിച്ചോണ്ടിരിക്കുക.
ராசாவே வருத்தமா ஆகாயோ சுருங்குமா ஏங்காதே தாங்காதே அடுக்குமா சூரியன் கருக்குமா என்ன சொல்லுவேன் தாங்கல விட்டாங்கல தூக்கத்தை வாங்கல இந்த வேதனை யாருக்கு தானிய உன்ன வீரனே ஊருக்குள்ளாடிய ஏதோ என் பாட்டுக்கு நான் பாட்டு பாடி சொல்லாத சோகத்தை சொன்னேனடி சுகராக சுடராக யாரது போற கை காட்டுமா திரும்புமா பாட்டு முடியில் வச்சுட்டார் தாய்மடி கிடைக்குமா வெளிய சிரிக்கிற நல்ல வேஷம்தான் வீரத்தை வாங்குற உங்க வேஷம்தான் கொஞ்சம் மாறிடும் எங்க சாமிக்கு மகுடம் ஏறணும் மாறிய நெஞ்சுக்கு பால் வார்க்க தேனி முன்னே என் பார்வைக்கு ஆவா பின்னே இசப்பாட்டு படிச்சே நானே இசப்பாட்டு படிச்சே நானே யாரது கொஞ்சம் பாருங்க பின் கோயில் நானுங்க அடி நீதானா அந்த குயில் யார் வீட்டு சொந்த குயில் ஆத்தாடி மனசுக்குள்ள காத்தாடி பறந்ததே உலகமே மறந்ததே நான் தானே அந்த குயில் ஆத்தாடி சுக்குள்ள காத்தாடி பறந்ததே ഒന്നാന്തരം പാട്ടാണ് സെലക്ട് ചെയ്തത് കേട്ടോ. നല്ല പാട്ട്. പക്ഷെ ഇന്ന് പ്രിയ പാടുമ്പോഴ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ആ നെറ്റ്വർക്കിന്റെ അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നു, ഇടയ്ക്ക് കേൾക്കുന്നില്ല, അങ്ങനെ കട്ടായി പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും നല്ലോണം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല എന്ന് തന്നെ പറയണം. എന്നാൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്, താലാട്ട സംഗതി ഒക്കെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് താലാട്ട രിഗരി സസനി കേൾക്കുന്നില്ല. അങ്ങനെയാണ് അത് പാടേണ്ടത്. പ്രാക്ടീസ് ചെയ്താൽ മതി പിന്നെ കേട്ടോ. പിന്നെ അതുപോലെ തായ്മടി, എനക്കൊരു തായ്മടി കിടക്കുമാ, അതെല്ലാം അതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഒന്നുകൂടെ കൃത്യമായിട്ട് പഠിക്കാൻ തോന്നിയ സംഗതികളുടെ ഭാഗം മാത്രം കേട്ടോ. ബാക്കിയൊക്കെ പ്രിയ നന്നായിട്ട് പാടുന്ന എനിക്ക് അറിയാമല്ലോ കേട്ടെ.
ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ചേച്ചി നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. എന്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ അനു പ്രത്യേകം ചേച്ചി അടുത്ത് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ലവ് യു അനു. ഹായ് അനു. അനുവിനോട് എന്റെ അന്വേഷണം പറയൂ പ്രിയ കേട്ടോ. ബൈ. സുഖായിരിക്കുന്നല്ലോ എല്ലാരും? വീട്ടിലെല്ലാരും എല്ലാവരും സുഖം, എല്ലാവരും സുഖമായിരിക്കും. പറഞ്ഞ പോലെ പ്രിയ ചേച്ചി ഒരിക്കലും ആ സ്മൈൽ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. തന്നെ ഓക്കെ. അപ്പം പ്രിയ ചേച്ചിയുടെ ടീച്ചറിന്റെ പേരും കൂടെ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, ശ്രുതി പറഞ്ഞു. ഓൾ റൈറ്റ്. അപ്പൊ ശ്രുതി ടീച്ചറിനും താങ്ക് യു സോ മച്ച്, പ്രിയ ചേച്ചിക്കും താങ്ക് യു സോ മച്ച്. നമ്മൾ അടുത്തതായിട്ട് ചിത്ര ചേച്ചി, നമുക്ക് ജെഫാണ് പാടാൻ പോകുന്നത്. ജെഫിന് നമ്മളുടെ ലാസ്റ്റ് ലൈവ് ബേണി ചേട്ടന്റെ കൂടെ ആയിരുന്നു. ഒരുപാട് നല്ല കമന്റ്സ്. ജെഫ് അല്ലേ മറ്റേ അരികിൽ പതിയെ പാടിയ ജെഫ് അല്ലേ? ഹലോ, വളരെ റൊമാൻറ്റിക് ആയിട്ട് പാടി തന്നു. അപ്പം ജെഫ് ഒരു കുഞ്ഞാളാണല്ലോ. ജെഫ് ഏത് ക്ലാസ്സിലായി? ഇവിടെ year 8. ഇവിടെ year 8. ഓക്കെ, 8th ഗ്രേഡ് ആണോ? അത് ഏജ് ആണോ പറഞ്ഞ? മോന്റെ ഏജ് ആണോ? ഇറ്റ്സ് യുവർ ഏജ് ഓർ യുവർ ഗ്രേഡ്? ഓ നോ, ഏജ് 12 years ആണ്. 12 years. ഓക്കെ ഓക്കെ. So which song are you going to sing today? ഞാനിപ്പം ചിത്രാമ്മ ആൻഡ് ഋഷി കുമാർ അങ്കിളുടെ പാട്ട് പൊൻവീനെ ഞാനിപ്പം പാടുവാണ്. പൊൻവീനെ. ഓക്കെ ഓക്കെ, carry on. മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽക്കും നിൻ
താങ്ക് യു. ജെഫ് എടുക്കാൻ കേട്ടോ, നന്നായി പാടി കേട്ടോ. ഇത്രയും മലയാളം പഠിച്ച് പാടിയതിന് തന്നെ ഫസ്റ്റ് എന്റെ വലിയൊരു അപ്രീസിയേഷൻ. മോൻ അതുപോലെ ഒരു വേർഡ് തെറ്റ് പാടിയിട്ടുണ്ട്. ഹരിത വിരിയാണ്. വിരി എന്ന് വെച്ചാൽ ഗ്രീൻ ഷീറ്റ് വിരിച്ച പോലെ. പാഡി ഫീൽഡിങ്ങിന് കാണുമ്പോ ഇറ്റ്സ് ലൈക്ക് ഗ്രീൻ ഒരു ഷീറ്റ് വിരിച്ച പോലെ എന്നുള്ളതാണ്. ഹരിത എന്ന് പറഞ്ഞ ഗ്രീൻ, വിരി കേട്ടോ, ഹരിത വിരിയാണ്. അതർവൈസ് ബാക്കിയൊക്കെ മോൻ നന്നായിട്ട് പാടി. കൂടുതൽ ഇഷ്ടം വെസ്റ്റേൺ ആണോ? മോന്റെ സ്ട്രെങ്ത് എന്താണ്? വാട്ട്സ് യുവർ സ്ട്രെങ്ത്? ഇൻസ്ട്രുമെന്റൽ എന്തെങ്കിലും ആണോ? അല്ല, ഞാൻ മലയാളം അല്ല, മലയാളം ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ. യു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. Oh no, okay then. I like sad, like, you know, soft music. Oh, okay. Are you learning Western? In school or somewhere? No. Athri alla. Ichiri paadum പക്ഷേ അത്രേ അല്ല. ഓക്കെ. അപ്പൊ നല്ലോണം പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. നല്ല ശബ്ദമൊക്കെയാണ് മോന്റെ. ശബ്ദം മെച്യൂർ ആകുന്നേ ഉള്ളൂ. യു ആർ സ്റ്റിൽ മാനിലോട്ട് കേറിയിട്ടില്ല. യു ആർ സ്റ്റിൽ എ കിഡ്. ഓക്കെ, ശരി. അപ്പൊ മോന്റെ ശബ്ദമൊക്കെ മാറുമ്പം വേറെ ഒരു ടോൺ ആയിരിക്കും മോൻ പാടി കേൾക്കുന്നത്. എനിവേ, മോന് ടാലന്റ് ഉണ്ട്. നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, ഇൻട്രസ്റ്റോട് കൂടി പഠിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചിത്രമ്മ. ബൈ. ബൈ. ജെഫ്, ലാസ്റ്റ് ടൈം നമ്മള് റൊമാൻറ്റിക് സോങ്സ് നന്നായിട്ട് പാടാൻ പറ്റുന്നോണ്ടാണ് ഇത്തവണയും റൊമാൻറ്റിക് പാട്ട് തന്നെ എടുത്തത്. ജെഫ്, ലാസ്റ്റ് ടൈം ബേർണി സാറിന്റെ മുമ്പിൽ എന്തോ ആയിരുന്നു പാടിയത്? വാട്ട് ഡിഡ് യു സിംഗ്? ഏത് ജസ്റ്റ് ഒന്ന് ഹം ചെയ്യാമോ? കേക്കട്ടെ ഏതാന്ന്. കേക്കുന്നില്ല. മോനെ അത് പാടിക്കോ. ഹം ചെയ്യാതെ മോനൊന്ന് പാടിക്കേ. എന്തൊക്കെയോ സംഭവിച്ചോടെ. മൈക്ക് പോയതാണ്. ചേച്ചി, നമ്മുടെ മറ്റേ മുത്തശ്ശി കഥ ഒരു മുறை വന്ന് പാത്തായല്ലേ, അരികിൽ പതിയെ ഇടനെഞ്ചിൽ, ആ പാട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി ശരി. ഞാൻ പെട്ടെന്ന് അരികിൽ നിന്നപ്പോ അരികിൽ നീയുണ്ടായി അതായിരുന്നു എന്ന് വിചാരിച്ചു. ആ പാട്ടിന് ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പല്ലവി മാത്രം ഒന്ന് പാടും മോനെ. Can you just sing only the Pallavi? Arigil. You remember? Do you remember the song? Hello, കേൾക്കാൻ പറ്റും. I can hear you. Can you hear me? Jeff. But that's okay. It's okay. That's okay. Anyway. Can you hear me now? No. There's something wrong. That's okay. Carry on. Natasha. Okay, yeah, we'll carry forward. എന്തായാലും താങ്ക് യു സോ മച്ച് ജെഫ്. അവസാന നിമിഷം, ബട്ട് ദാറ്റ്സ് ഓൾ റൈറ്റ്. ജെഫ് എപ്പോഴും നമ്മുടെ ലൈവിൽ വരുന്നത്. അപ്പൊ അടുത്ത ലൈവിൽ എന്തായാലും ജെഫിനെ കൊണ്ട് ചിത്തു ചേച്ചിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ആ പാട്ട് പാടിപ്പിക്കും. ഓക്കെ. അപ്പൊ ചേച്ചി, അടുത്തതായിട്ട് നമുക്ക് അയർലൻഡിൽ നിന്നുണ്ട് ലിയ ആണ് പാടാൻ വരുന്നത്. ലിയയും നമ്മുടെ കൂടെ ഒരുപാട് ലൈവിലൊക്കെ വന്നിട്ടുണ്ട്. ലിയ മോളെ, are you with us? Leah from Ireland. Okay, maybe she'll join later. എന്തായാലും ഞാൻ അടുത്ത ആളിലേക്ക് പോവാം. അടുത്തതായിട്ട് ബെത്തനി ആണ്. ബെത്തനി is also from UK. ബെത്തനി നമ്മുടെ കൂടെ ലൈനിലുണ്ടോ? യെസ്. ബെത്തനിയുടെ ഫാദറും ഒക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ്. എന്തേ, where is your dad? ഡ്യൂട്ടിയിലാണോ? നമസ്കാരം. ചേച്ചിയെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരു അവസരം കിട്ടിയാൽ ചേച്ചിയുടെ പാടാനായിട്ട്. നിങ്ങളുടെ അച്ഛനും മകളും രണ്ടുപേരും പഠിക്കുകയാണ് ട്യൂട്ടേഴ്സ് വാലിയില്? രണ്ടുപേരും ക്ലാസിക് കർണാട്ടിക് മ്യൂസിക് ആണോ പഠിക്കുന്നത്? ലൈറ്റ് മ്യൂസിക് ആണോ? ഞാൻ കർണാട്ടിക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ശശീന്ദ്രൻ മാസ്റ്ററിന്റെ കൂടെ. ലൈറ്റ് മ്യൂസിക്. കർണാട്ടിക് മ്യൂസിക് ആണ്. ഓക്കെ.
ഇന്നിപ്പോ ഏത് പാട്ടാണ് ബെഥനി പാടാൻ പോകുന്നത്? കാതോട് കാതോരം. ഓക്കെ, പാടിക്കോളൂ കേട്ടോ. വിഷുപക്ഷി പോലെ
നല്ല വോയിസ് ആണ് ബെത്തിനിയുടെ കേട്ടോ, നല്ല വോയിസ് ആണ്. നല്ല ലതിക ടീച്ചർ പാടിയ നല്ല സോങ് സെലക്ഷൻ, അതെല്ലാം കൊള്ളാം കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ മോൾ ഒന്നുകൂടെ ഇൻട്രസ്റ്റ് എടുത്ത് പഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. എവിടെ ചരണം അരിയ പാൽമണികൾ പാൽമണികൾ, അതൊക്കെ അങ്ങനത്തെ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ നന്നായിട്ട് വരാനുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ മോള് പഠിക്കുമ്പോൾ ഒന്നുകൂടെ ക്ലീൻ ആയിട്ട് പഠിച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വിട്ടുപോകാതെ അത്രയും ശ്രദ്ധയോടെ കേട്ട് പഠിക്കണം കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ ബെത്തിനി? ഓക്കെ. എത്ര വയസ്സായി? ഹൗ ഓൾഡ് ആർ യു? 11. ഓക്കെ. ഒരുപാട് സമയമുണ്ട്, നല്ലോണം പഠിച്ചോളൂ കേട്ടോ. ഇപ്പോഴേ നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇത്രയല്ലേ പഠിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ഉള്ളൂ, എന്നിട്ട് മോൾ ഇത്രയും ശ്രുതിയോട് നല്ല ശ്രുതി സെൻസും താളം സെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി കുറച്ച് ഡീറ്റെയിൽസ് മാത്രം കുറച്ച് കൂടുതൽ വന്നാൽ മതി. അതർവൈസ് വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ടീച്ചറിന്റെ പേരും കൂടെ പറഞ്ഞോളൂ ബെത്തിനി. ശശീന്ദ്രൻ സാർ, രാജലക്ഷ്മി ടീച്ചർ. ശശീന്ദ്രൻ മാഷ് എനിക്ക് തോന്നുന്നു ബെത്തനിയുടെ അച്ഛനെയാണ് പഠിപ്പിക്കുന്നത്. അതെ അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ബെത്തനി. അപ്പൊ അടുത്ത ലൈവിൽ കാണാം. ഓക്കെ ഓക്കെ. അച്ഛനും കൂടെ ഒരു ബെസ്റ്റ് വിഷസ് പറഞ്ഞേക്കൂട്ടാ ചേച്ചി. നമുക്ക് അടുത്തതായിട്ട് സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് നമ്മുടെ അടുത്ത സ്റ്റുഡന്റ് വരുന്നത്. എനിക്കൊന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യുന്നത്. ഷീസ. ഓ താങ്ക് യു താങ്ക് യു. ആരാണ് അടുത്ത ആളാരാണ്? പ്രിയങ്ക ആണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന്. പ്രിയങ്ക. പ്രിയങ്ക. ബിയങ്ക. ഓക്കെ. നമ്മുടെ സാധാരണ പ്രിയങ്കയാണല്ലോ, പക്ഷെ ഇത് ബിയങ്കയാണ് സ്വിറ്റ്സർലൻഡിൽ. എവിടെ പ്രിയങ്ക? എവിടെ? അയ്യോ, ഒരു കുഞ്ഞാളാണല്ലോ. പേരൊക്കെ കേട്ടപ്പോ ഞാൻ വലിയൊരാളിനെയാ പ്രതീക്ഷിച്ചേ. എത്ര വയസ്സായി കുഞ്ഞിന്? ഹൗ ഓൾഡ് ആർ യു? 10. ഓ 10 years ആയി. ട്യൂട്ടേഴ്സ് വാലിയിൽ ഒരുപാട് നാളായി പഠിക്കുന്നോ? ഒരു വർഷമായി. ഓക്കെ. ഇന്ന് ഏത് പാട്ടാ പാടാൻ പോന്നേ? ഓ ബ്യൂട്ടിഫുൾ സോങ്. ഓക്കെ ഏട്ടാ, പാടിക്കോളൂ. കേൾക്കുന്നില്ല. ആയിരം പൂക്കൾ നുള്ളിവ ആടിവാക്കാറ്റേ പാടിവാക്കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവ അന്തിപ്പൂമാനം കൊണ്ടുകൊണ്ടാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവ കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റി ആടിവാക്കാറ്റേ പാടിവാക്കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവ അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവ
ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു ആയിരം വർണ്ണജാലം ആടിപ്പാടും വേളയിൽ ആറുപാടും താരാട്ടിനീണം ഏറ്റുപാടും സ്നേഹദേവദൂതികി വരൂ നീ വരൂ ആടിവാക്കാതെ പാടിവാക്കാതെ ആയിരം പൂക്കളൊഴിവാ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കളൊഴിവാ പൊന്നിക്ക് നാമിച്ചുണ്ട് ചാലിച്ചു പൊന്നിക്ക് നാമിച്ചുണ്ട് പൊന്നും തേനും ചാലിച്ചു ആരുടെ ദൂതുമായി ആടും മേഘമഞ്ചലില് ആരെ തേടി വന്നടഞ്ഞു നീ ആടി മാസ കാറ്റ് ദേവദൂതൻ പാടും ഈ വഴി ആടിവാക്കാറ്റെ പാടിവാക്കാറ്റെ ആയിരം പൂക്കളൊഴിവാ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കളൊഴിവാ കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും കളരമായി പൂങ്കാറ്റി ആടിവാക്കാറ്റി പാടിവാക്കാറ്റി ആയിരം പൂക്കളൊഴിവാ ബിയങ്ക ഇതൊരു എന്താ പറയണ്ട ഒരു വലിയ പാട്ട് ഒരു കുഞ്ഞു മാവ എടുത്ത് പാടുമ്പോ ഒരു കുഞ്ഞു മാവയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ മോള് പാടിയതിനകത്ത്. പക്ഷെ ഈ മോള് ഈ പാട്ട് ഇനി മോള് കുറെ കൂടെ വലിയ കുട്ടിയായി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പഠിച്ച് പാടണം. മനസ്സിലായോ? ഇപ്പൊ ഒരു കുഞ്ഞു മാവ പാടുന്നതിന്റെ ഇഫക്റ്റ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ പാട്ട് ജാനകിയമ്മ പാടിയിരിക്കുന്നത് അതിന്റെ കൂടുതൽ മോള് കുറച്ചും കൂടെ വലുതാകുമ്പോൾ മോളത് കൂടുതൽ പഠിക്കുമ്പോൾ മോക്കത് മനസ്സിലാവും അതിനകത്ത് എന്തെല്ലാം ഉണ്ട് ആ പാട്ടിനകത്ത് മോക്കിനി എവിടെയൊക്കെ നന്നാക്കാനുണ്ട് എന്നുള്ളത് അപ്പൊ മോക്ക് മനസ്സിലാവും. അതിനുശേഷം ഒന്നുകൂടെ പഠിച്ച് പാടി എനിക്ക് കേൾപ്പിച്ചു തരണം. അപ്പോഴും ഞാൻ വരും ട്യൂട്ടേഴ്സ് വാലിയിൽ കേൾക്കാൻ. ബിയങ്ക വലിയ കുട്ടിയായിട്ട് കുറച്ചുകൂടെ വലിയ കുട്ടിയായിട്ട് പാടുന്നത് എനിക്ക് കേൾക്കണം. ഓക്കെ, ഈ പാട്ട് തന്നെ മിടുക്കിയായിട്ട് പാടി കാണിക്കണം. ഇപ്പൊ നന്നായി പാടി കേട്ടോ. കുറച്ചുകൂടെ എനിക്ക് പക്ഷെ കുഞ്ഞുമാവയ്ക്ക് പാടാൻ പറ്റിയ ഒരു പാട്ടല്ല മോൾ എടുത്തോണ്ടൊന്നും ഒരു വലിയ പാട്ടാ. കുറച്ചുകൂടെ ഒരു ചെറിയൊരു പാട്ട് മോക്ക് എടുത്തു വന്ന് പാടായിരുന്നു. ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ് പാടായിരുന്നു കേട്ടോ. എനിവേ നന്നായി പാടി, നല്ല അറ്റംപ്റ്റ്. മോക്ക് ശ്രുതി സെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് പഠിക്കൂ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് മോളെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ബിയങ്ക ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവില് വരുന്നത്. എനിവേ മോളുടെ ടീച്ചറിന്റെ പേര് പറഞ്ഞായിരുന്നോ മോള്? ഇല്ലല്ല, ശ്രുതി ടീച്ചറാണോ? ടീച്ചറിനെ ഇഷ്ടാണോ? എത്ര ഇഷ്ടം ശ്രുതി ടീച്ചറിനെ? കുറെ ഇഷ്ടം. ഓക്കെ മോളെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ലൈവില് വീണ്ടും കാണാം. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പൊ ചേച്ചി അടുത്തതായിട്ട് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. ഷീസ് ബിന്ദുലേഖ ഫ്രം UK. സോ ബിന്ദു ചേച്ചി. ബിന്ദുലേഖ.
ഹലോ, നമസ്കാരം. ഹലോ. ഹലോ ചിത്ര ചേച്ചി. നമസ്കാരം ബിന്ദു. അയ്യോ, എന്റെ പ്രൊഫഷണൽ സാക്ഷാത്കരിച്ചത് കേട്ടോ. ബിന്ദു പുറത്തൊക്കെ പ്രോഗ്രാംസ് ഒക്കെ പാടുന്ന ആളാണോ? കണ്ടിട്ട് അങ്ങനെ ഒരു ഛായ തോന്നുന്നു. ഇല്ല, ചെറുതായിട്ട്. ഓക്കെ. അയ്യോ, ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്. എന്റെ വലിയൊരു ഫാനാണ്. ചിത്ര ചേച്ചി കാണുക എന്ന് പറയുന്നത് എന്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു സാക്ഷാത്കാരം എന്തെങ്കിലും പറയാം. ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ട്രിവാൻഡ്രത്ത് വെരി എൻഡില് പൂവാർ എന്ന് പറയുന്ന സ്ഥലമാണ്. കാരണം ഞാനൊരു സ്കൂളില് 87-ലാണെന്ന് തോന്നുന്നത് മാമയുടെ ഒരു ക്ഷേത്രത്തില് പാടാനായിട്ട് വന്നപ്പോ ഞാൻ അവിടെ ഇടിച്ചു കയറി വന്നു. ഒരു അഡ്രസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാരും എന്നെ കളിയാക്കി തരില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തന്നു. പക്ഷെ ഞാനത് ലെറ്റർ 2-3 അയച്ചു. പക്ഷെ അപ്പോഴേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് എന്റെ ദൈവമേ ഒന്ന് കാണാനൊരു ഭാഗ്യം ഉണ്ടായാൽ മതി എന്നുള്ള പ്രാർത്ഥന. സത്യം എനിക്ക് അത് സാധാരണ എനിക്ക് വരുന്ന എഴുത്തുകൾക്ക് ഞാൻ റിപ്ലൈ അയക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിലും എന്റെ ഒരു ഫോട്ടോ എങ്കിലും അയക്കാറുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും മിസ്സായി പോയതാവാം. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. കരമന ആ ഒരു ഇതിലായിരുന്നു. കരമന അഡ്രസ്സിലായിരുന്നു. ഓക്കെ. അപ്പൊ പിന്നെ ഞാൻ അവിടെ അധികം ഉണ്ടാവാറില്ല. ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പൊ മേ ബി അതുകൊണ്ടായിരിക്കും അത് മിസ്സായി പോയത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും റിപ്ലൈ അയക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഒരു അനുഗ്രഹം മാത്രം മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. ബിന്ദു ഇപ്പൊ എത്ര നാളായി പഠിക്കുന്നു ഇവിടെ? ഞാൻ ട്യൂട്ടേഴ്സ് വാലി ഇപ്പൊ ഒരു കുറച്ച് നാളെ ആയുള്ളൂ. ഒരു 2-3 മാസമേ ആയുള്ളൂ. നീലയാണ് ടീച്ചർ. നീല ടീച്ചറാണ്. അതിനു മുൻപ് ഞാൻ കുഞ്ഞിനെ കുറച്ചിങ്ങനെ സ്കൂളിൽ പഠിച്ചു. ഡാൻസ് പാട്ടും അങ്ങനെ ഒരുമിച്ച് പഠിച്ചു. പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സ്കൂൾ കോമ്പറ്റീഷൻ ഒക്കെ എല്ലാം പങ്കെടുത്തു. അങ്ങനെ സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓ ശരി. ഇന്നിപ്പോ ഏത് പാട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്ന? ഇവിടെ ഇപ്പൊ പാടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് താരം വാഴ്ക്കണ്ണാടി നോക്കി കേളിയിൽ. തെറ്റുകളൊക്കെ ക്ഷമിക്കണം. എനിക്ക് ഭയങ്കര കുഴപ്പമൊന്നുമില്ല. പാടിക്കോളൂ കേട്ടോ. താങ്ക് യു. താരം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലെ താരം വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ഞാനും വാൽക്കണ്ണാടി നോക്കി.
വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ താരം വാൽക്കണ്ണാടി നോക്കി. വാൽക്കണ്ണാടി നോക്കി നിലാവ് ചൂടി ദൂരെ ദൂരെ താരം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേതോ താരം വാൽക്കണ്ണാടി നോക്കി. ബിന്ദു അതെനിക്ക് മനസ്സിലായി. ബിന്ദുവിന്റെ നല്ല ശബ്ദമാണ് കേട്ടോ, നല്ല ക്ലാരിറ്റി ഉള്ള ശബ്ദം, ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള ശബ്ദമാണ്. ആകെ എനിക്ക് തോന്നിയത് നല്ലോണം പേടിച്ചു എന്നുള്ളത്, അതുകൊണ്ട് ചെറിയൊരു കൺട്രോൾ ഇല്ലായ്മ ചില സ്ഥലത്തൊക്കെ തോന്നി അതുകൊണ്ടിരിക്കെ. ബാക്കിയൊക്കെ നന്നായി പാടി കേട്ടോ ബിന്ദു. ബിന്ദുവിന് നല്ല ജ്ഞാനമുണ്ട്, ബിന്ദു നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. ആകെ എനിക്ക് 2 കറക്ഷൻ പറയാനുണ്ട്. മഞ്ഞണിഞ്ഞ മഞ്ഞണിഞ്ഞല്ല മഞ്ഞണിഞ്ഞ മലരിൽ അവിടെ കട്ടായി, ഇപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. മഞ്ഞണിഞ്ഞ മഞ്ഞ ആ നോട്ട് മാറുന്നു. അല്ല അത് പഠിച്ചു പോയി അങ്ങനെ. അത് തന്നെ ബിന്ദു പാടുന്നത് മഞ്ഞണിഞ്ഞ, ഞാൻ പറയുന്ന മഞ്ഞണിഞ്ഞ. അല്ല അതങ്ങനെ പഠിച്ചത് രജിസ്റ്റർ ആയി പോയി, ഇപ്പൊ അത് മാറ്റാൻ പറ്റുന്നില്ല. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ആ ഒരു പോർഷൻ മാത്രം. മഞ്ഞണിഞ്ഞ മലരിയിൽ മഞ്ഞളാടി 100 പൊൻതിരി വാതിലോടാമ്പൽ, ആ പോർഷൻസ് മാത്രം ആ ഒരു നോട്ട് മാറിപ്പോയി. ബാക്കിയൊക്കെ നന്നായി പാടുന്നുണ്ട്, അസലായിട്ട് പാടുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്റെ എല്ലാ ബെസ്റ്റ് വിഷസും പ്രാർത്ഥനകളും കേട്ടോ. അയ്യോ എനിക്ക് പ്രാർത്ഥന ഉണ്ടാകണം, ഞാൻ എപ്പോഴും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സത്യം. എപ്പോഴെങ്കിലും കാണാം, ദൈവം അനുഗ്രഹിച്ച് എപ്പോഴെങ്കിലും. നമുക്ക് ഇപ്പൊ ആർക്കും തമ്മിൽ കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ബിന്ദുവും ഫാമിലി എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. എല്ലാവരോടും എന്റെ ഫ്രണ്ട്സും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഒരു ഹായ്, എല്ലാവർക്കും വേണ്ടി ഹായ് പറയുന്നു. ബിന്ദുവിന്റെ എല്ലാ ഫ്രണ്ട്സിനും എന്റെ വലിയൊരു ഹായ്. എല്ലാരും സേഫ് ആയിട്ടിരിക്കുക, വീട്ടിലിരിക്കുക എല്ലാരും. താങ്ക് യു സോ. എന്തായാലും ബിന്ദു ചേച്ചി നല്ല അണിഞ്ഞൊരുങ്ങിയാണ് വന്നിരിക്കുന്നത്, പറയാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് ഒരാള് ഒരു സ്റ്റേജില് പെർഫോം ചെയ്യാൻ എങ്ങനെ വരണോ അങ്ങനെ വന്നിട്ടുണ്ട്. അതൊരു സ്പെഷ്യൽ അപ്രീസിയേഷൻ. ചേച്ചി ചേച്ചിയുടെ എവിടെയാ? UK എവിടെയാണ്? UK ഗ്ലോസ്റ്ററിലാണ്. നമ്മുടെ ടീച്ചർ ആരാ? ചേച്ചി ആരാ പഠിപ്പിക്കുന്നത്? ടീച്ചർ നീന ടീച്ചറാണ്. പറഞ്ഞു, നേരത്തെ പറഞ്ഞായിരുന്നു. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു.
ഹോസ്പിറ്റലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കട്ടെ കേട്ടോ. പ്രൊഫഷനും പാട്ടും കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. ചിത്തു ചേച്ചി നമ്മുടെ ലാസ്റ്റ് സ്റ്റുഡന്റ് ആണ്. ജയ ഇസ് ഫ്രം കാനഡ. ജയ ചേച്ചി അവിടെ ഇപ്പൊ സമയം അസമയായി കാണോ? കാനഡയിൽ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ 12:30 in the afternoon. ഓ 12:30 ഉച്ച സമയമാണ്. ഓക്കെ. ഹായ് ജയ. ഹായ് ചേച്ചി, സനൂജ എന്നാണ് പൊതുവെ എല്ലാരും വിളിക്കാറ്. സനൂജയ? സനൂജ. സനൂജ. ഓക്കെ ഓക്കെ. എവിടെയാണ് കാനഡയില്? കാനഡയിലെ ടൊറോണ്ടോയിലാണ്. ടൊറോണ്ടോയിലാണ്. ഓക്കെ ഓക്കെ. പാട്ടുമായിട്ട് എന്താണ് ചേച്ചി? ഞാൻ അച്ഛൻ നന്നായി പാടുമായിരുന്നു. അപ്പൊ ചെറുപ്പത്തിൽ പഠിപ്പിക്കാൻ കുറെ ശ്രമിച്ചു. ഞാൻ പിന്നെ ഡാൻസ്, സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞു പോയത് കാരണം പാട്ട് അധികം പഠിച്ചില്ല. അപ്പൊ ഇപ്പൊ ആഗ്രഹം വന്നു അല്ലേ? അതെ അതെ. അപ്പൊ പഠിക്കാൻ തുടങ്ങിയതാ. പക്ഷെ ഇന്ന് ആക്ച്വലി ഞാൻ പാടാനൊന്നും റെഡി ആയിരുന്നില്ല. ഇന്ന് വരുമോന്ന് പോലും അറിയില്ലായിരുന്നു. എനിക്ക് കുറച്ച് മാസമായിട്ട് ഐ നോട്ട് ബീൻ വെൽ. അപ്പോ പാട്ട് ക്ലാസ്സും മുടങ്ങി. പാട്ട് ചേച്ചിയുടെ മുമ്പ് ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാ. പാട്ടൊന്നും പാട്ടില്ലെങ്കിലും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ചാൻസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വന്നിരിക്കുകയെന്ന്. ഒന്നും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല? ഒന്നും പാടാൻ? ഇല്ല, പാട്ട് പാടാനൊന്നും വയ്യ. പക്ഷെ എന്നാലും ചേച്ചിയെ കാണാതിരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ I wanted to see you for quite some time. അപ്പൊ പിന്നെ ഒരു ചാൻസ് കിട്ടിയപ്പോ പിന്നെ സ്വന്തം സനൂജയുടെ ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാൻ ഞാനൊരു പല്ലവി സനൂജയ്ക്ക് വേണ്ടി ഞാൻ പാടിത്തരാം. ഓ ചേച്ചിയുടെ എല്ലാ പാട്ടും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം നന്ദനത്തിലെ കാർമുകിൽ വർണ്ണ. ഓക്കെ. അപ്പൊ ജസ്റ്റ് ആ പല്ലവി ഞാൻ സനൂജയ്ക്ക് വേണ്ടി പാടിത്തരാം കേട്ടോ. താങ്ക് യു ചേച്ചി. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. Thank you so much ചേച്ചി. Thank you so much. ഓക്കെ സനൂജ, അപ്പോ ഹെൽത്ത് ഒക്കെ നന്നായിട്ട് നോക്കിക്കോളൂ. ലേറ്റ് ആയിട്ടാണ് പാട്ട് പഠിക്കാനുള്ള ആഗ്രഹം വന്നെങ്കിലും ആ ഒരു ആഗ്രഹം വന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായി പഠിക്കൂ. നന്നായി വരട്ടെ എല്ലാം കേട്ടോ. ചേച്ചി എന്തായാലും ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചല്ലോ. ചേച്ചി പറഞ്ഞ പോലെ ടേക്ക് കെയർ ആൻഡ് ഗെറ്റ് ബാക്ക് സൂൺ. ചിത്തു ചേച്ചി നമ്മുടെ കൂടെ ലിയ, ഞാൻ വിളിച്ചപ്പോ ലിയ ജോയിൻ ചെയ്തല്ലോ. അതുകൊണ്ട് ഞാൻ ലിയയെ ലാസ്റ്റ് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. സോ ലെറ്റ് മീ സീ ഇഫ് ലിയ നമ്മുടെ കൂടെ ഉണ്ടോ മോളെ? ബാക്കി എല്ലാരും പാടും. യെസ്, ലിയ ഈസ് ഹിയർ. ഹലോ, ഹായ് ലിയ. മോൾ എവിടെ നിന്നാണ്? US ആണോ UK ആണോ? അയർലൻഡിൽ നിന്നാണോ? നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ. ഓക്കെ. എത്ര വർഷമായിട്ട് പഠിക്കുന്നു ട്യൂട്ടേഴ്സ് വാലിയില്? 2-3 വർഷമായി. 2-3 വർഷം. ആരാ ടീച്ചർ? ആരാണ് മോളുടെ? സച്ചിദാനന്ദൻ സാറിനോടാണ് പഠിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഏതുവരെ എത്തി? കർണാട്ടിക് മ്യൂസിക്കില് എന്താണ് പഠിപ്പിക്കുന്നത് ഇപ്പൊ? ഗീതമൊക്കെ പഠിക്കുന്നത്. കീർത്തന എത്തി. ഓക്കെ. ഇന്ന് എന്താ പാടാൻ പോന്നേ? അമ്പലപ്രാവ് എന്ന സിനിമയിലെ ജാനകി അമ്മ പാടിയ താനെ തിരിഞ്ഞു മറിഞ്ഞു എന്ന പാട്ട്. ബ്യൂട്ടിഫുൾ സോങ്. ഓക്കെ, പാടിക്കോളൂ കേട്ടാ. ഉഗ്രം പാട്ടാണ്.
മധുമാസ സുന്ദര ചന്ദ്രലേഖ താനേ തിരഞ്ഞും മറിഞ്ഞും ചന്താമരമെത്തയിലുരുകും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ ചന്ദനക്കട്ടിൽ പാതിര വിരിച്ചിട്ട് ചെമ്പകമെന്നലത്തൂവരിപ്പിൽ ചന്ദനക്കട്ടിൽ പാതിര വിരിച്ചിട്ട് ചെമ്പകമെന്നലത്തൂവരിപ്പിൽ മധുവിതുരാവിന ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരിയേന്തി മധുവിതുരാവിന ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരിയേന്തി താനേ തിരഞ്ഞും മറിഞ്ഞും തന്താമരമെത്തയിലുരുകും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ കാമുക സംഗമ വേളയിൽ പ്രേമതപസ്വിനി കാമുക സംഗമ വേളയിൽ നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിൻ താനേ തിരഞ്ഞും മറിഞ്ഞും തന്താമരമെത്തയിലുരുകും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ മധുമാസ സുന്ദര ചന്ദ്രലേഖ. താങ്ക് യു. നല്ല സോങ് സെലക്ഷൻ ആണ്. മോളിത് തന്നെ പഠിച്ചതാണോ ആരെങ്കിലും പഠിപ്പിച്ചു തന്നതാണോ? തന്നെ അമ്മ വേർഡ്സ് വെച്ച് പഠിച്ചായിരുന്നു. അല്ല, ഒന്ന് രണ്ട് സ്ഥലത്ത് ഇപ്പൊ ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ടാണ് നോട്ട്സ്. പാതിര വിരിച്ചിട്ട് അതൊരെണ്ണം. അതുപോലെ മധുവിധുരാവിനായി ചുണ്ടുകളിൽ അതാണ് നോട്ട്സ്. ചുണ്ടുകളിൽ ക്രൊമാറ്റിക് നോട്ട്സ് എന്ന് പറയാം അതിന്. അടുത്തടുത്ത നോട്ട്സ് ആണ്. അപ്പോൾ അതും മാറ്റിയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും ഇനി പാടുമ്പോ കറക്റ്റ് ചെയ്ത് പാടണം കേട്ടോ. ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരിയേന്തി. അവിടെയൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. മോക്ക് ടാലന്റ് ഉണ്ട്. അപ്പൊ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യണം. നല്ലോണം പഠിക്കുമ്പോൾ പ്രോപ്പറായിട്ട് നോട്ട്സ് കറക്റ്റ് ആയിട്ട് കേട്ട് പഠിക്കണം കേട്ടോ. അത് മോള് മേ ബി സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സാർ ഒന്നുകൂടെ ആ നോട്ട്സ് ക്ലിയർ ആയിട്ട് മോക്ക് പറഞ്ഞു തരും. അതർവൈസ് നല്ല സോങ് സെലക്ഷൻ, നല്ല ശബ്ദം, എല്ലാം കൊള്ളാം കേട്ടോ. God bless you. Thank you so much ലിയ. അപ്പം ലിയ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും അടുത്ത ലൈവിലൂടെ കാണാം. ഓക്കെ, ഓൾറൈറ്റ്. താങ്ക് യു സോ മച്ച് ഡിയർ. ഓക്കെ,
ചിത്ര ചേച്ചി, നമ്മളുടെ എല്ലാ സ്റ്റുഡൻസും പാട്ട് പാടി കഴിഞ്ഞു. ചേച്ചി എല്ലാവരുടെ കമന്റ്സ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്കൊരു ഓവറോൾ ഒരു ഫീഡ്ബാക്ക് ചേച്ചിയുടെ കേൾക്കാൻ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം പാടുന്ന കുട്ടികൾ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും ട്രെയിനിങ്ങിൽ കൂടെ ഇവരെല്ലാവരും ഇനിയും അവർക്കൊന്നുകൂടെ അവരെ പോളിഷ് ചെയ്ത് നല്ല ബെറ്റർ സിംഗേഴ്സ് ആക്കി എടുക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുക, പ്രാക്ടീസ് എന്നുള്ളത് മുടക്കാതിരിക്കുക, പഠിത്തം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് എഫേർട്ട് കൂടുതൽ തന്നെയായിരിക്കും. രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുക എന്ന് പറയുമ്പോൾ അത്രമാത്രം പഠിക്കുക. സ്കൂളിലത്തെ അക്കാഡമിക്സ് അത്രയും പഠിക്കാനുണ്ടാവും, അതിന്റെ കൂടെ ഇതും കൂടെ സംഗീതവും കൊണ്ടുപോകുക എന്നുള്ളത് അത്രയും ഇൻട്രസ്റ്റോട് കൂടി കുട്ടികൾ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് പ്രാക്ടീസ് ചെയ്യേണ്ട നമ്മുടെ ജോലിയല്ലേ, കുട്ടികൾ അത് ചെയ്യുക. അതെ, പ്രോപ്പറായിട്ട് ഉള്ള നല്ല ഗുരുക്കന്മാരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവർ പ്രോപ്പറായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ട് ഡെഫിനറ്റ്ലി വേണം. 2 ദിവസം അടുപ്പിച്ച് പാടിയില്ലെങ്കിൽ 3-ാം ദിവസം പാടുമ്പോൾ നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും പാടാൻ പറ്റില്ല. അതങ്ങനെയാണ്. അതുകൊണ്ട് പ്രാക്ടീസ് മുടക്കരുത്. എവറി ഡേ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഹാഫ് ആൻ അവർ പോരാ, പക്ഷെ അത്രയെങ്കിലും ഞാൻ പറയുന്ന കുട്ടികൾക്കായതുകൊണ്ട് അവർക്ക് സമയമില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും പേരൻസ് അതിനു വേണ്ടിയിട്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് അതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാരും. അതെ, ചേച്ചി വൺസ് അഗൈൻ താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ ടൈം. ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയുടെ ഓരോ സജഷൻസും ഓരോ ഇതുകളും ട്യൂട്ടേഴ്സ് വാലി സംബന്ധിച്ചോളം ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു വലിയൊരു അസറ്റാണ്. അവരുടെ ഓരോ വാക്കുകളും അവര് കീപ് ഇറ്റ് ഇൻ ദയർ ഹാർട്ട്. ഈ ഒരു സമയത്ത്, ഈ ഒരു ലോക്ക്ഡൌൺ എല്ലാരും ഡൗൺ ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്രയും കുട്ടികളുടെ പാട്ട് കേട്ടോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാനും ട്യൂട്ടേഴ്സ് വാലിക്കും നോഡിക്കും ഞാനും എന്റെ ഒരു താങ്ക് യു പറയുന്നു. അത്രയും ഒരു സന്തോഷം മനസ്സിന് അത്രയും കിട്ടിയത്. അതേപോലെ തന്നെ ചേച്ചി, ഞങ്ങളുടെ ട്യൂട്ടേഴ്സ് വാലി ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഈ ഇതില് ഒരു 40 ഇതിൽ കൂടുതൽ കലാകാരന്മാര് ട്യൂട്ടേഴ്സ് വാലി ഇപ്പൊ ഒരു ഫസ്റ്റ് ജോബ് ആയിട്ട് എടുത്ത് അവരൊക്കെ ഞങ്ങളോട് എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട്. അവരുടെ ഒരു ഫസ്റ്റ് ജോബ് അവരുടെ ട്യൂട്ടേഴ്സ് വാലിയാണ്. അപ്പൊ അതും അവർ പറഞ്ഞ അവർക്ക് ഒത്തിരി ഹെൽപ്പാണ് ഈ പാൻഡമിക് ടൈമില്. അപ്പൊ അതും തീർച്ചയായിട്ടും അതെ. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മ്യൂസീഷ്യൻസ് ആണ്. അവർക്ക് സീസണൽ ആയിട്ടാണല്ലോ ഷോസ് ഒക്കെ നടക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു ഫെസ്റ്റിവലും ഒന്നും നടക്കുന്നില്ല. എസ്പെഷ്യലി എന്താ പറയണ്ട, റിയാലിറ്റി ഷോ പോലത്തെ അങ്ങനത്തെ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കലാകാരന്മാരുണ്ടല്ലോ. അവരൊക്കെ ശരിക്കും ബുദ്ധിമുട്ടാണ്, ശരിക്കും പട്ടിണി ഒക്കെ അറിയുന്ന ഒരു അവസ്ഥയിലാണ് ഒരുപാട് കുടുംബങ്ങള്. അല്ലാത്തൊരു വിഷമമുള്ളൊരു കാലം, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഇതിലിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ടിന് തീർച്ചയായിട്ടും ഞാൻ ഞങ്ങളുടെ ഒരു ഫ്രട്ടേണിറ്റിയുടെ പേരിൽ ഞാൻ ട്യൂട്ടേഴ്സ് വാലിക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകട്ടെ. ഒരുപാട് കുടുംബങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെടട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഒരു കളക്റ്റീവ് എഫർട്ട് ആണ്. എല്ലാവരും കൂടി ട്യൂട്ടേഴ്സ് വാലിയുടെ ഇന്ന് വരെയുള്ള എന്ത് പ്രോഗ്രസ് ഉണ്ടായാലും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യണതുകൊണ്ടാണ് ട്യൂട്ടേഴ്സ് വാലി ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഫ്ലവേഴ്സ് ടിവിയുടെ സിംഗ് ആൻഡ് വിൻ സീസൺ 2-ലും നമ്മുടെ ഈ കുട്ടികൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. തീർച്ചയായിട്ടും ഒരു റിയാലിറ്റി ഷോ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് കൂടുതൽ എക്സ്പോഷർ ആണ്. അപ്പൊ അതിനുവേണ്ടി കുറെ പാട്ടുകൾ കേൾക്കും, പല ജോണേഴ്സ് കേൾക്കും. അവർക്ക് തീർച്ചയായിട്ടും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു എഫേർട്ടും കൂടെ നിങ്ങൾ എടുക്കുന്നതിന് തീർച്ചയായിട്ടും എന്റെ ഒരു വലിയ അപ്രീസിയേഷൻ. ഫ്ലവേഴ്സ് ചേച്ചിയുടെ ഈ പ്രോഗ്രാമിന് തന്നെ ഇവര് ഒത്തിരി പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത്, എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യങ്ങൾ അവർ പ്രാക്ടീസ് ചെയ്ത് അവർക്കറിയാം ചേച്ചിയുടെ മുമ്പിൽ പാടുമ്പോൾ ടെൻഷനും ഇതുകൊണ്ടും. പക്ഷെ ഒത്തിരി അവര് ആ ഒരു ഇതുകൊണ്ട് ആ ഒരു സൈക്കിൾ കൊണ്ട് അവരെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോ ഇത് മാത്രമല്ല, ഇപ്പൊ സ്കൂളിൽ ഒരു പരിപാടിക്ക്, ഒരു സിംഗിൾ ആയിട്ട് ഒരു പരിപാടിക്ക് പോകണമെങ്കിൽ ഒത്തിരി പേരൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം അവർ സ്കൂളിൽ അവർക്ക് ഒരു പബ്ലിക് അപ്പിയറൻസിന് അവർക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ടിരുന്നിട്ട് ഇതുകൊണ്ട് ഒത്തിരി ഉപകാരമായിട്ടെന്ന് പറഞ്ഞു. പിന്നെ ഓരോ ലൈവ് കഴിയുമ്പോഴും എനിക്ക് അറിയാം ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട് അവരുടെ പാട്ടുകളൊക്കെ.
അതെ, അത് നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാം. അതെ. പിന്നെ ഒരു ഗ്ലാഡ് ന്യൂസ് പറയാനായിട്ടുള്ളത്, ഞങ്ങൾ എല്ലാ വർഷവും ഒരു 5-10 ആൽബങ്ങൾ ഞങ്ങൾ ഇറക്കാറുണ്ട് പല പല രീതിയിൽ. ഓണത്തിന് നമ്മൾ ഒരു ആൽബം ഇറക്കും, എല്ലാ ഫീസ്റ്റിനും ഇറക്കും. ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ ആൽബം ദാസേട്ടനാണ് നമ്മുടെ പിള്ളേരുടെ സ്റ്റുഡൻസിന്റെ കൂടെ പാടാന്ന് പറഞ്ഞേക്കുന്നത്. ഇനി എന്താ വേണ്ടേ? അതെ, ഇതിൽ കൂടുതൽ ട്യൂട്ടേഴ്സ് വാലിക്ക് ഒന്നും ഇനി അച്ചീവ് ചെയ്യാനില്ല. ഫസ്റ്റ് ഒരു പല്ലവി, ഒരു 4 വരി ആദ്യത്തെ പാടി ഒരു ഇൻട്രോ തന്ന് ബാക്കിയുള്ള സ്റ്റുഡൻസ് പാടാന്നുള്ള ഇതിൽ. അപ്പൊ മോഹൻ സിത്താരയാണ്, മോനേട്ടനാണ് അതിന്റെ മ്യൂസിക്. അപ്പൊ കഴിഞ്ഞു, അതിന്റെ പ്രാക്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. സ്റ്റുഡൻസ് ഒക്കെ പ്രാക്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ദാസേട്ടന്റെ റെക്കോർഡിംഗ് കൂടി ചെയ്ത് അമേരിക്ക. തീർച്ചയായിട്ടും ട്യൂട്ടേഴ്സ് വാലിയിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് നോഡി. അത് ദാസേട്ടന്റെ കൂടെ ഒക്കെ പാടാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും കേട്ടോ. അപ്പൊ അതിനേതായാലും എല്ലാ കുട്ടികൾക്കും ഇന്ന് പാടിയ എല്ലാവർക്കും എന്റെ ബെസ്റ്റ് വിഷസും പ്രേയേഴ്സും. അവരൊക്കെ ഒരു നല്ല നിലയിലെത്തി നല്ല സിംഗേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോ വെള്ളിനേഴി സാറിനും ശശീന്ദ്രൻ സാറിനും ശ്രുതി ടീച്ചർ, നീന ടീച്ചർ എല്ലാവർക്കും എന്റെ സ്നേഹാന്വേഷണം. നട്ടാഷ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. നട്ടാഷയ്ക്കും താങ്ക് യു പറയുന്നു. നമുക്കൊരു കുടുംബം പോലെയാണ് ചേച്ചി. സത്യം പറഞ്ഞ ഇപ്പൊ ചേച്ചി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു സെലിബ്രിറ്റി ഗസ്റ്റ് അല്ല ചിത്ര ചേച്ചി, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. അതുകൊണ്ട് ചേച്ചി പ്രത്യേക താങ്ക്സ് ഒന്നും പറയണ്ട, വന്നത് തന്നെ വലിയ സന്തോഷം. വിജയൻ ചേട്ടനോട് പ്രത്യേകം ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞോളൂ. വിജയൻ ചേട്ടന്റെ ഒരു കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടം എന്ന് പറഞ്ഞാൽ, വിജയൻ ചേട്ടൻ ഒരു ആൻസർ ഉണ്ട് വിജയൻ ചേട്ടൻ, യെസ് ഓർ നോ എന്നുള്ള ഒരു ആൻസർ ഉണ്ട്. അപ്പൊ അത് വളരെയധികം വളരെ പ്രൊഫഷണൽ ആണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചാൽ അത് വളരെ. നാളെ ഞാനൊരു ഏതൊരു ന്യൂസ് ചാനൽ ആർട്ടിക്കിൾ കണ്ടു, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറഞ്ഞാൽ ആളുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ യെസ് ഓർ നോ എന്നൊരു ആൻസർ ഉണ്ട്. അതേപോലെ വിജയൻ ചേട്ടന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അപ്പൊ അത് നമ്മൾ ഒത്തിരി നല്ലതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ആളുകൾ നമ്മുടെ നാട്ടിൽ എന്താ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയും ലീവ് ഇറ്റ് വിത്ത് മീ, ഞാൻ നാളെ നോക്കാം. അങ്ങനെ ഒരു 2-3 മാസം കഴിയുമ്പോ പിന്നെ നോക്കില്ല. അപ്പൊ അതെങ്ങനെ നോക്കുമ്പോ വിജയൻ ചേട്ടൻ ഈസ് വെരി പ്രൊഫഷണൽ. അപ്പൊ വിജയൻ ചേട്ടൻ ഞങ്ങളുടെ പ്രത്യേകം തീർച്ചയായിട്ടും പറയാം. തീർച്ചയായിട്ടും ഞാൻ അന്വേഷണം പറയാൻ വേണ്ടി എന്താണ് എസ് ആണോ നോ ആണോ എന്നുള്ളതും പറയാം. അത് വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളൊരു ആൻസർ ഉള്ളത്. ഏതായാലും നിങ്ങളുടെ എല്ലാ എഫേർട്ടിനും എന്റെ ബെസ്റ്റ് വിഷസും. ഇനി നല്ലോണം തുടർന്ന് മുമ്പോട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളുടെ കുട്ടികളൊക്കെ നല്ല നിലയിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ബെസ്റ്റ് വിഷസ് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു പറയുന്നു. നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും എഫേർട്ടും നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ എഫേർട്ടും ഒക്കെ ഒരു കളക്റ്റീവ് എഫേർട്ടാണ് ഇന്ന് നമ്മളെല്ലാം കണ്ടത്. അപ്പൊ ചിത്ര ചേച്ചി ഒരിക്കൽ കൂടി വന്നതിൽ സന്തോഷം. ചേച്ചി ഓൾറെഡി 2 വരി പാടി തന്നു, എന്നാലും നമുക്ക് ഒരു പാട്ടുകൂടെ 2 വരി കേൾക്കുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാവും. ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞാൽ അത് ഐ ലീവ് ഇറ്റ് ടു നമ്മുടെ സ്റ്റുഡൻസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സജഷൻ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എനിക്ക് പ്രിയ എന്നോട് ചോദിച്ചു, പ്രിയ ഒരു 2 വരി ഏതാണ് ഓക്കെ पिया बसंती रे काहे सताए आजा, पिया बसंती रे काहे सताए आजा, मानेगा ना मेरा जिया तेरे हैं हम मेरे पिया, ओ काहे सताए आजा, पिया बसंती रे काहे सताए आजा, प्रिया बसंती रे प्रिया बसंती आकी
അതെ, പ്രിയ ബസന്ത ജീവിത സഫലമായല്ലോ പ്രിയ ചേച്ചി. ഓക്കെ, അപ്പം എനിവേ താങ്ക് യു സോ മച്ച് ചിത്ര ചേച്ചി. നമ്മുടെ ലാസ്റ്റ് വൈൻഡപ്പ് സോങ് പാടുന്നതിനൊക്കെ താങ്ക് യു. അപ്പം ഇനി ഞാൻ എല്ലാവരുടെയും ഭാഗമായിട്ട് ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സിയാദിക്ക സ്പെഷ്യൽ താങ്ക് യു ഫോർ ഓൾ ദി ടെക്നിക്കൽ സപ്പോർട്ട്. ആൻഡ് നമ്മുടെ പ്രോഗ്രാം ഇന്ന് ലൈവ് കാണിച്ച് MML ഫേസ്ബുക്ക് ലൈവ് പേജിനോടും മല്ലു കഫേ റേഡിയോ ആൻഡ് ഫ്ലവേഴ്സ് TV USA നമ്മുടെ സ്പെഷ്യൽ കൊളാബറേഷന് വേണ്ടിയിട്ടും താങ്ക് യു സോ മച്ച്. സോ ബൈ ബൈ പറയാം എല്ലാവർക്കും. ഒരു ലാസ്റ്റ് ഒരു പറഞ്ഞു ചേച്ചി. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടി എല്ലാരും കൂടെ ചേർന്ന്, കുട്ടികളും ഒക്കെ എന്നോട് ചേർന്ന് പാടിക്കോട്ടെ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. എല്ലാരും കൂടെ പാടിയപ്പോ ഒന്നും കേൾക്കാൻ വയ്യ. സൂമില് അങ്ങനെ ഒരു പ്രത്യേകത, ചേച്ചി പാടുന്നതായിരിക്കും നല്ലത്. ചേച്ചി എല്ലാം ഡിസ്റ്റോർട്ടഡ് ആവും. അപ്പൊ ചേച്ചി പാടുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഞാൻ പാടുന്ന കേൾക്കാൻ പറ്റുന്നില്ല, എവിടെ നിന്നൊക്കെ കുറെ എക്കോ പോലെ. ചേച്ചി ഒറ്റയ്ക്ക് പാടുന്നതായിരിക്കും നല്ലത്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു ചേച്ചി. സമസ്ത സുഖഭവന്തു. എല്ലാവരും നന്നായിരിക്കട്ടെ. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി, നന്നായിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സൂപ്പർ മാം. വളർമതി അക്ക എന്റെ ഡിക്ഷൻ ശരിയാക്കി തന്നതിന് അക്കയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറഞ്ഞിരിക്കുന്നു. അക്ക മനോഹരമായ ഉണ്മയിലേ ഷി ടോൾഡ് മീ ആ ചേച്ചി, ഞാൻ പറഞ്ഞു ചേച്ചി പെക്യുലർ ആണെന്ന് പറഞ്ഞു. അത് ഉണ്മതാ. ബർത്ത്ഡേ വിഷും ബ്ലെസ്സിങ്സ് വളരെ നന്ദി. Thank you. Thank you. I will always remember this day. Thank you, Anandakutta. Stay safe. Thanks. Thank you. Thank you, ചേച്ചി. എനിക്ക് കിട്ടിയ എല്ലാ നല്ല വാക്കുകൾക്കും ഒരുപാട് നന്ദി. Thank you so much, ചേച്ചി. Thank you. എല്ലാവരുടെയും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു ചേച്ചി. ഒരുപാട് വർഷങ്ങൾ ഇനി ഞങ്ങൾക്ക് നല്ല നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് ഇനി ഇതിലൂടെ കേൾക്കാൻ സാധിക്കട്ടെ. നമുക്ക് എത്രയും പെട്ടെന്ന് നേരിട്ട് കാണാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ട്യൂട്ടേഴ്സ് വാലിയുടെ ഈ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. ചിത്ര ചേച്ചിക്കും സ്പെഷ്യൽ നന്ദി. നമ്മളുടെ ഫേസ്ബുക്ക് ലൈവ് പോയ എല്ലാവർക്കും സിയാദിക്കേക്കും നന്ദി പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ. ബൈ ബൈ.